ഈ യഹൂദ പിതാക്കന്മാരുടെ വടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ ഉപയോഗിക്കുന്ന വടി എന്ന് പറയുന്നത് അവരെക്കാളും വളരെ ഉയരമുള്ളതായിരിക്കും. അവർ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എവിടെ നിന്നാലും പിതാക്കന്മാരെ തിരിച്ചറിയത്തക്ക രീതിയിലാണ് ഈ 12 ഗോത്രങ്ങളുടെ തലവന്മാരുടെ വടി വളരെ ഉയരമുള്ളതായിരിക്കും. അവരുടെ വടിയിൽ അവരുടെ ആ പാരമ്പര്യം ആലേഖനം ചെയ്തിരിക്കും വളരെ കുഞ്ഞതായിട്ട്. എന്നിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാരുടെയൊക്കെ പേര് ആ വടി, നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ വടി ഇങ്ങനെ ഉയരം കൂടിയതായത് ഈ ഒരു 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 പശ്ചാത്തലത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഉയരം കൂടിയ വടിയാണ്. ഈ വടിയിൽ ഈ ചരിത്രം മുഴുവൻ ആലേഖനം ചെയ്തിരിക്കും. അതിനു മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാരുടെ പേര്, അവസാനത്തെ പിതാവിൻ്റെ പേര് വരെ ആ വടിയിൽ ഇങ്ങനെ കൊത്തിരിക്കും. അല്ലാതെ പുതിയ പുതിയ പിതാക്കന്മാർ വരുമ്പോൾ സ്വന്തമായ വടികളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു രീതിയല്ല നമ്മുടെ ഒരു യഥാർത്ഥ രീതി. ഇനിയും ഈ മോശയുമായിട്ട് ബന്ധപ്പെട്ട് മോശ ഈ വടി ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വടി താഴെയിട്ട് പാമ്പാക്കുക, വടി ചെങ്കടൽ നേരെ പിടിച്ച് അവിടെ വഴി തുറക്കുക, വടി പിന്നെ പാറയിൽ അടിച്ച് വെള്ളം ഉണ്ടാക്കുക. അപ്പം ഇതെല്ലാം ആ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഘടകമായിട്ടാണ് സഭാപിതാക്കന്മാർ കാണുന്നത്. ഇനിയും സംഹാരദൂതനുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞാടിനെ കൊല്ലുമ്പോൾ അവരുടെ കട്ടളപ്പടിയിൽ പുരട്ടിയിരുന്ന കുഞ്ഞാടിൻ്റെ രക്തം ഹീബ്രു അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമായ താവിലാണ്. ആ താവ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. താവ് അതിൻ്റെ ഷേപ്പ് കുരിശാകൃതിയാണ്. താവ് ഇവർ ഈ ആലപ്പും താവും എന്ന് സുറിയാനിൽ പറഞ്ഞാലും ഹീബ്രുവിൽ പറഞ്ഞാലും ആദ്യവും അന്തവും എന്നുള്ളൊരു കോണ്ടസ്റ്റിലാണ് പറയുന്നത്. മുന്നേ ആൽഫബറ്റ് ഇടാമോ? ഇതിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന അക്ഷരം കണ്ടോ? ഇതാണ് താവ്. ഇത് കുരിശ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കട്ടളപ്പടിയിൽ അവർ പുരട്ടിയത് ഈ താവ് ആകൃതിയിലാണ് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അവര് ആശീർവദിക്കുന്നതും ഇങ്ങനെയാണ്. പിതാക്കന്മാരുടെ ആശീർവാദത്തെ പറ്റി പറയുമ്പോഴും ഇവരറിയാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവരറിഞ്ഞുകൊണ്ടല്ല ഇത് കുരിശാണെന്നോ അല്ലെങ്കിൽ ഇത്. അവരെ സംബന്ധിച്ചിടത്തോളം ആദി എന്ന് പറയുന്നത് ആലഫാണ്, അവസാനം എന്ന് പറയുന്നത് താവാണ്. അപ്പം അവസാനമാണ് കർത്താവിന്റെ ആഗമനം. അപ്പൊ ആ ഒരു കോണ്ടസ്റ്റിൽ ഇത് ഇപ്പോഴത്തെ ഹീബ്രു അങ്ങേപ്പുറത്ത് കാണുന്നതാണ്. അതാണ് ഇപ്പൊ ഉപയോഗിക്കുന്ന ഹീബ്രു. ഇത് ഏൻഷ്യന്റ് ആണ്. ഇതാണ് പഴയ സ്ക്രിപ്റ്റ്, ഹീബ്രു സ്ക്രിപ്റ്റും ഈ തോറയൊക്കെ ഇപ്പുറത്ത് കാണുന്ന ആ ഫോണ്ടിലാണ് എഴുതിയിരുന്നത്. മാനുസ്ക്രിപ്റ്റുകളൊക്കെ ഇപ്പുറത്ത് കാണുന്നത്. ഇപ്പൊ ഒരു ഉപയോഗിക്കുന്ന മോഡേൺ ഹീബ്രു ആണ് അപ്പുറത്ത് ചതുർത്തി കാണുന്നത്. ഇതായിരുന്നു പഴയ അക്ഷരങ്ങളെല്ലാം. അപ്പൊ ഈ താവ് നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് കുരിശാകൃതിയിൽ തന്നെയാണ്. ഇതാണ് കട്ടളപ്പടിയിൽ പുരട്ടിയത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ആളുകളും ആ ഒരു യഹൂദ ക്രൈസ്തവർ എന്ന നിലയ്ക്ക് ഈ സുറിയാനിക്കാര്, അതുകൊണ്ടാണ് ഈ നസ്രാണികൾ എന്ന് പറയുന്നത് ഈ വിജാതീയർ മാമോദിസ സ്വീകരിച്ചവരല്ല. അത് നസ്രാണികളെ മാത്രമാണ്, അതായത് യഹൂദര് മാമോദിസ സ്വീകരിച്ചവരെയാണ് നസ്രാണികൾ എന്ന് പറയുന്നത്. അല്ലാതെ ഈ റോമൻ ഗ്രീക്കുകാരെയൊക്കെയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അപ്പം നസ്രാണി എന്ന് പറഞ്ഞാൽ സുറിയാനിക്കാരാണ് നസ്രാണികൾ. അപ്പൊ അവർ യഹൂദ ക്രൈസ്തവരായുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ യഹൂദരോടാണ് സംസാരിക്കുന്നത്. അവരോട് സംസാരിച്ചത് എന്താണ്? മാറൻ എസ എന്ന് പറഞ്ഞത്. അല്ല വലിയ ദൈർഘ്യമേറിയ മലയിലെ പ്രസംഗമൊന്നും തോമസ് ശ്ലീഹ പറഞ്ഞില്ല. മാറൻ എസ. മാറൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ്, മാറെന്ന് വെച്ചാൽ എന്റെ കർത്താവ്, മാറൻ നമ്മുടെ കർത്താവ്, എസ അവൻ വന്നു, നമ്മുടെ കർത്താവ് വന്നു. ഇത്രയേ ഉള്ളൂ പ്രസംഗം. എല്ലാവരും കൂടെ വന്ന് കിടന്ന് വലിയ കാര്യം. അപ്പൊ യഹൂദരോട് നമ്മുടെ കർത്താവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ഈ 16-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരൊറ്റ യഹൂദരും തിരിച്ച് ഇസ്രായേലിൽ പോയിട്ടില്ല. അവർ മുഴുവൻ ക്രൈസ്തവരായി. അതാണ് ഈ പറയുന്ന ചില കുടുംബങ്ങളെ പറ്റി പറയുന്നത് ആ ഒരു കോണ്ടസ്റ്റിലാണ്. അപ്പൊ നമ്മുടെ ആളുകൾ തിരിച്ചറിയാത്ത ഒരു കാര്യമാണ്, ഇവിടെ ഹിന്ദു രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തോ വിദേശികളാണെന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഒരു തോട്ടിൽ പോലും നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ ഈ പറയുന്ന ഈ ഹിന്ദു ആചാര രീതികളും ഈ അനുഷ്ഠാനങ്ങളും ഉണ്ടായത് ഏത് നൂറ്റാണ്ടിലാണെന്നൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. 7-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇങ്ങനൊരു കാര്യമല്ല. ബുദ്ധ, ജൈന, ജൂത ഇങ്ങനൊരു ഒരു 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 കോണ്ടസ്റ്റിൽ അല്ലാതുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക്.
അപ്പൊ നമ്മളങ്ങോട്ട് നിന്ന് വലിയേറി വന്നവരാണെന്നൊക്കെയാണ് ഇവിടെ പല ആളുകളും തൽപര കക്ഷികളുടെ പ്രചരണം. അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ട ഷമ്മാശന്മാരെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ഗഹനമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം ഈ കുരിശ് എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു ഒരു പിൽക്കാലത്തുണ്ടായതല്ല. അവരും അറിയാതെ ഈ പലരും ഈ ആശീർവദിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഈ പല കാര്യങ്ങളോട് സമീപിക്കുന്നതൊക്കെ ഈ താവ് പോലെ തന്നെയാണ്. ഈ ഹൈന്ദവരുടെ പോലും ആരാധനയിലൊക്കെ അവർ പലതും ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലൊക്കെ വന്ന് ഇങ്ങനെയാണ് അവരും ചെയ്യുന്നത്. അപ്പം ഇത് അറിയാതെ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചു പോയ ഒരു സ്ഥലത്തെ ഒരു കാര്യം പറയാം. അതായത് ബാംഗ്ലൂരിന്റെ സമീപത്ത് ആനക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഹൈന്ദവ ഗ്രാമമുണ്ട്. അവിടുത്തെ പല ക്ഷേത്രങ്ങളിലും ഈ സ്ലീവ ഇരിപ്പുണ്ട്, മഞ്ഞപ്പൊടിയൊക്കെ പരത്തി അവരതിനെ വണങ്ങുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമുക്കാണ് ഈ സ്ലീവ കാണുമ്പോൾ ഭയങ്കര ഇതേപോലത്തെ സ്ലീവകൾ ഗുജറാത്തിലുണ്ട്, കച്ചിലുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ചു പോകും. ക്ഷേത്രങ്ങളിലാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഈ പേഴ്സിക്യൂഷൻ ഉണ്ടായ സമയത്ത് നമ്മുടെ ആളുകൾ ഈ സ്ലീവായെ രക്ഷിക്കാൻ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വെച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെങ്ങനെ അവിടെ വന്ന് അവിടെ പലയിടത്തും ഞാൻ ബാംഗ്ലൂരിൽ കണ്ട കാഴ്ച മഞ്ഞൾപ്പൊടിയൊക്കെ പരട്ടി ഈ പൂക്കളൊക്കെ അതിൻ്റെ മുമ്പിൽ വെച്ച് ഇവർ അതിൻ്റെ മുമ്പിൽ വന്ന് കൈയൊക്കെ കുപ്പിതിക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ ഇതൊരു സ്ലീവായ. അപ്പം ഇതാണ് ഇതെല്ലാം ഈ പറയുന്ന ഈ മൈലാപ്പൂരിലെ ഈ നമ്മളിവിടെ ഈ ലോഗോയിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ പെരിയമലയിലെ മാർത്തോമ സ്ലീവ. ഈ മാർത്തോമായുടെ മക്കള് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ നമ്മുടെ ആളുകൾക്ക് ഈ തോമസ് ലീഹായെ കുറിച്ചുള്ള ചിന്തകളിൽ തന്നെ വരുമ്പോൾ ആകെപ്പാടെ അസ്വസ്ഥതയാണ്. കാരണം അവർക്ക് സുറിയാനെ അറിയത്തില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. എദേസായിൽ നിന്നൊക്കെ എഴുതിയിരുന്ന ആക്സ് ഓഫ് തോമസ് ഒന്നും ഇവർ വായിച്ചിട്ടില്ല. അത് 4-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ്. തുറന്നു നോക്കിയിട്ടില്ല ഒരു മനുഷ്യരും. പിന്നെ നമ്മുടെ ആളുകളുടെ ഒരു രീതി അറിയാമല്ലോ, തോമസ് ലിയ വന്നു അന്വേഷിക്കാനുള്ള നമ്മുടെ അന്വേഷണ പരത ഭയങ്കര രസകരമാണ്. ഇവിടുന്ന് രാവിലെ എണീക്കുക, തോമസ് ലിയ നിലനിർത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഉടനെ തന്നെ ഇവിടുന്ന് ഒരു ബസ്സിൽ കയറുന്നു, KSRTC ബസ് നിലനിർത്തി എന്നിറങ്ങുന്നു. അവിടെ നിന്ന് രാവിലെ ചായക്കടയിൽ ഒരു ചായ കുടിക്കുന്നു. പുള്ളിയോട് ചോദിക്കുന്നു തോമസ് ലിയ അവിടെ വന്നു. പുള്ളി പറഞ്ഞേ തോമച്ചൻ എന്ന് പറഞ്ഞൊരു മരമെട്ടുകാരനുണ്ടായിരുന്നു, പണ്ടാണ് മരിച്ചുപോയി. അല്ലാതെ തോമസ് ലിയയെ പറ്റി നിരന്തരത്ത് പോയി അന്വേഷിച്ച് അറിയത്തില്ല. പാലയൂർ പോയി ഇത് തന്നെ അന്വേഷിക്കുന്നത്. നമ്മുടെ ആളുകൾ എഴുതി വെക്കുന്ന വേറെ ആളുകളുണ്ടായിരുന്നു ഈ ലോകത്ത്. അവരെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ എഴുതി വെച്ച കാര്യങ്ങൾ എന്താണ്? ഈ വിഷയത്തെപ്പറ്റി ഗൗരവമായി പഠിക്കുന്ന ഒരു രീതി നമ്മുടെ ജാതിക്കില്ല. പ്ലാസിഡച്ചന്റെ വാക്ക് കടമെടുക്കുക. ഈ ജാതിക്ക് അതില്ല. അത് പ്ലാസിഡച്ചൻ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാവ് വിളിച്ചെന്ന് CMI കാരനാണ്. ഈ ജാതിക്ക് എന്താണോ ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ. പിന്നെ മാപ്പിളയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. അത് പ്ലാസിഡച്ചന്റെ വേറെ പറയാമോ. മാപ്പിളയുടെ ബുദ്ധി പോകുന്നത് ഭയങ്കരമാണ്. അവന് ഈ ബുദ്ധി മാത്രമേ ഉള്ളൂ, ഈ കാര്യങ്ങൾ ഗൗരവമായിട്ട് ചെയ്തില്ല. അപ്പം ഈ ഇന്ത്യയിലെ ക്രൈസ്തവരിൽ സിംഹഭാഗവും യഹൂദ ക്രൈസ്തവരാണ്. അതുകൊണ്ടാണ് അവരെയാണ് ഈ സുറിയാനിക്കാരെന്ന് വിളിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങനെ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് ഈ മാർത്തോമാ സ്ലീഹായിൽ നിന്ന് മാർഗം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുകൊണ്ട് ഈ പെസഹായിലെ കട്ടളയിൽ പടിയിലുള്ള വരയ്ക്കുന്നത് ഈ താവ് ആകൃതിയിലായിരുന്നു. ഇതുകൂടാതെ തന്നെ മോശ ഈ അമലേക്കിനുമായിട്ടുണ്ടാകുന്ന യുദ്ധത്തിൽ മോശയുടെ കൈ വിരിച്ചു പിടിച്ച് നിർത്തുന്നതായിട്ടാണ് പറയുന്നത്. ദൂരെ നിന്ന് കാണുന്ന ഇസ്രായേൽക്കാര് ഈ കൈ പിടിച്ചു നിൽക്കുന്ന മോശയെ കാണുമ്പോൾ അവർ കുരിശാണ് കാണുന്നത്. ദൂരെ നിന്ന് മലയുടെ മുകളിൽ അമലേക്കിനുമായിട്ടുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് ഈ മോശ കൈ വിരിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ കുരിശായിട്ടാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പഴയ വൈദികർ ഉപയോഗിച്ചിരുന്ന കമ്മീസ് എന്ന് പറയുന്ന ഒരു വേഷമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി, ഇപ്പോഴും ഓർത്തഡോക്സിലെ അച്ഛന്മാർ ഉപയോഗിക്കുന്ന ഒരു വേഷമുണ്ട് കമ്മീസ്. അതിന് പുറകോട്ടൊരു തുണി ഇങ്ങനെ നീണ്ടു കിടപ്പുണ്ട്. അതെടുത്ത് തലയിലേക്ക് വെച്ച് ആൾ കൈവരിച്ച് പിടിച്ച് നിന്നാൽ കുരിശ് തന്നെയാണ്. അപ്പൊ ഈ കുരിശ് എല്ലായിടത്തും കാണാം. അതാണ് അപ്പുറം പിതാവ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പെസഹായിൽ നമുക്ക് അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തില് നമുക്ക് കുരിശ് കാണാം. അപ്പുറം പിതാവിന്റെ ദൃഷ്ടിയിൽ പ്രപഞ്ചത്തിലേക്ക് പുള്ളി കണ്ണു തുറന്ന് നോക്കിയാൽ അവിടെ എല്ലാം കുരിശാണ്. മരം കാണുമ്പോൾ കുരിശാണ്. പരുന്ത് പറക്കുമ്പോൾ താഴെ നോക്കിയാൽ കുരിശാണ്. പരുന്ത് പറക്കുന്ന കണ്ടിട്ട് അപ്പുറം പിതാവ് പറയാണ് അവന്റെ രണ്ടാമത്തെ ആഗമനം ഞാൻ കണ്ടു. വഴി കാണുമ്പോൾ കുരിശാണ്. കുരിശാകൃതിയിലുള്ള വഴികൾ ജംഗ്ഷനിൽ വന്ന് ചേരുകയും ആകാശത്തു നിന്ന് കുരിശ് ഭൂമിയിലേക്ക് വന്ന് വീണോ എന്നാണ് അപ്പുറം പിതാവിന്റെ സംശയം. വഴി കാണുമ്പോൾ നമ്മൾ അപ്ഡേഷൻ പറഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ് കുരിശാണ്. പക്ഷെ ഇതെല്ലാം അപ്പുറം നേരത്തെ പറഞ്ഞുപോയി. എനിവേ
അപ്പൊ കുരിശ് ലോകത്തിന്റെ കേന്ദ്രം, ഗാഗുൽത്ത ലോകത്തിന്റെ കേന്ദ്രം, ലോകത്തിന്റെ സെൻട്രലാണ് ഈ കുരിശ് നാട്ടപ്പെട്ടത്. ഇതൊക്കെയാണ് പറയുക. ഇനിയും നർസായിയോട് ചോദിക്കുകയാണ്, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മരത്തെ ആരാധിക്കുന്നവരാണോ? ഇത് ഇന്ന് ചോദിച്ചൊന്നുമല്ല കേട്ടോ. ഈ 5-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലെ ആളുകൾ ചോദിച്ചാൽ നിങ്ങൾ മരഭക്തന്മാരാണോ, മരത്തെ ആരാധിക്കുന്ന ആളുകളാണോ ഈ സ്ലീവായെ ഇങ്ങനെ വന്ദിക്കുമ്പോൾ? അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ്: ഞങ്ങളുടെ ആരാധന മരത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ രാജാവിന്റെ അടയാളത്തെയാണ്. രാജാവിന്റെ അടയാളത്തെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി ആരാധിക്കുന്ന ഒരു സമൂഹം. സ്ലീവ കാണുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനെയാണ് കാണുന്നത്. ഇപ്പൊ ഒരു കാര്യം ദൃശ്യമായ ഒന്ന് അദൃശ്യമായ ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പറയാണ്, ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ രാജാവിന്റെ അടയാളത്തെയാണ്, അല്ലാതെ മരം എന്ന് പറയുന്ന പദാർത്ഥത്തെ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സഭ വേറെ പദാർത്ഥങ്ങൾ കൊണ്ടും സ്ലീവ നിർമ്മിക്കുന്നുണ്ടല്ലോ. നർസായി ചോദിക്കുന്നത്. കാരണം കല്ലുകൊണ്ട് സ്ലീവ ഉണ്ടാക്കുന്നുണ്ട്, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, തടി കൊണ്ട് മാത്രമല്ല. അതിനെയും ഞങ്ങൾ സ്ലീവ എന്നാ പറയുന്നത്. കല്ലെ കൊത്തിയതിനെയും സ്ലീവ എന്ന് തന്നെയാണ് പറയുന്നത്, അല്ല തടി കൊണ്ട് മാത്രമല്ല. അപ്പൊ ഞാനീ പറയുന്നത് വിശ്വാസികൾക്കുണ്ടാകുന്ന സംശയത്തെക്കുറിച്ച് ആദിമ നൂറ്റാണ്ടിൽ തന്നെ പിതാക്കന്മാര് ഉത്തരം കണ്ടെത്തിയിരുന്നു. പ്രകൃതിയിൽ സ്ലീവായുടെ ധാരാളം പ്രതീകങ്ങളുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു റൂട്ട് ഇത് മൊത്തം അവസാനിപ്പിക്കുകയാണ്. ഒരു കവിത ഞാൻ പറയാം, നിങ്ങളൊന്ന് കേട്ടോ. നിന്റെ ജന്മത്തെ നിശബ്ദമായി ബഹുമാനിക്കാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ ജന്മത്തെ നിശബ്ദമായി ബഹുമാനിക്കാൻ എന്നെ യോഗ്യനാക്കണമേ. ഒരു പക്ഷി 3 നിലകളിൽ വളരുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് മുട്ടയിലേക്കും തുടർന്ന് കൂട്ടിൽ പാട്ടുപാടിയും പൂർണ്ണ വളർച്ചയെത്തിയാൽ വായുവിലൂടെയും കുരിശാകൃതിയിൽ ചിറകു വിരിച്ച് പറക്കുന്നു. അപ്രവിന്റെ ചിന്തയാട്ടോ. ഇതുപോലെ വിശ്വാസം 3 നിലകളിൽ വളരുന്നു: പിതാവ്, പുത്രൻ, റൂഹാദ കുരിശ. ഈ മൂവരിൽ സ്ലീഹന്മാർ വിശ്വസിച്ചപ്പോൾ ഭൂമിയുടെ 4 കോണിലും സുവിശേഷ ദൂത് ഒഴുകി സ്ലീവായുടെ ശക്തിയാൽ. വീണ്ടും അടുത്ത പാരഗ്രാഫിൽ അപ്രമിതാവ് പറയാ, ശരീരം, ആത്മാവ്, ദേഹി എന്നിവയിൽ അത്ഭുതകരമായി ആ 3 നാമങ്ങൾ 3 വിധത്തിൽ വിതയ്ക്കപ്പെട്ടു. ഈ ത്രിത്വം നമ്മിൽ 3 പൂർണ്ണമാക്കപ്പെട്ടപ്പോൾ അത് വാളിനെ പോലും അധീശമാക്കുന്നു. വീണ്ടും അപ്രമിതാവ് പറയാ, ദേഹി വേദനിക്കുകയാണെങ്കിൽ പിതാവിനാൽ അത് പൂർണ്ണമായി മുദ്രയിടപ്പെടുന്നു. നിങ്ങളുടെ ദേഹി വേദനിക്കുമ്പോൾ പിതാവിനെ ഓർക്കുക. നിങ്ങളുടെ ആത്മാവ് വേദനിക്കുകയാണെങ്കിൽ പുത്രനോടുകൂടി അത് പൂർണ്ണമായി കലർത്തപ്പെടുന്നു. നിങ്ങളുടെ ശരീരം രക്തസാക്ഷിത്വത്താൽ എറിയപ്പെടുകയാണെങ്കിൽ റൂഹാദ കുരിശായുമായുള്ള അതിൻ്റെ സഹവാസം പൂർണ്ണമാകുന്നു. അപ്പം ശരീരം, ആത്മാവ്, ദേഹി ഈ 3 ത്രിത്വത്തെ പോലെ തന്നെ അപ്പം നിങ്ങൾ പ്ലൂറലാണ്. ഒരു മനുഷ്യൻ ത്രിത്വമാണ്, അവനിൽ ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ദേഹി വേദനിക്കുകയാണെങ്കിൽ പിതാവുമായിട്ട് ബന്ധപ്പെടുന്നു. നിങ്ങളുടെ ആത്മാവ് വേദനിക്കുകയാണെങ്കിൽ പുത്രനോട് അത് പൂർണ്ണമായി കലർത്തപ്പെടുന്നു. ശരീരം രക്തസാക്ഷിത്വത്തിൽ എറിയപ്പെടുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവുമായുള്ള സഹവാസം പൂർണ്ണമാക്കുന്നു. ഒരു പക്ഷി അതിൻ്റെ ചിറക് വിടർത്താതെ സ്ലീവായുടെ വിടർന്ന അടയാളം നിഷേധിക്കുകയാണെങ്കിൽ വായുവും അതിനെ ഉപേക്ഷിക്കുന്നു. അതായത് ഒരു പക്ഷി വിടർന്ന് ചിറക് വിരിച്ച് ആകാശത്ത് നിൽക്കണമെങ്കിൽ വായു അതിനെയാണ് നിർത്തുന്നത്. വായുവാണ്. വായു എന്ന പദത്തിന് ഇവിടെ ഉപയോഗിച്ചിരുന്ന പദം റൂഹ എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഇത് വിടർന്ന് മുകളിൽ നിൽക്കുന്നത്. ഒരു വിശ്വാസി അങ്ങനെയാണ് കാണുന്നത്. റൂഹ എന്ന് പറയുന്ന വാക്ക, റൂഹ എന്ന് പറഞ്ഞ കാറ്റ് എന്നൊരർത്ഥമുണ്ട്. ഞാൻ കാറ്റായിട്ട് അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത്, പരിശുദ്ധാത്മാവ് അതിനെ ഉപേക്ഷിച്ചാലോ പക്ഷി താഴെ പോകും. അപ്പൊ പക്ഷി അവിടെ നിർത്തുന്നത് റൂഹായാണ്. ഇനിയും പറ്റി പറയുകയാണ്, വിത്തിനെ സ്വീകരിക്കാത്ത വിധം നിലം ഒരുക്കുന്ന കലപ്പ പോലെയാണ് വിശ്വാസം. വിശ്വാസം സ്വീകരിക്കുവാൻ ജനഹൃദയങ്ങളെ സ്ലീവ ഒരുക്കി മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നും ആത്മീയ. ഇപ്പൊ കലപ്പ ഒരു കുരിശ് പോലെയാണ് ഇരിക്കുന്നത്. കലപ്പ ശ്രദ്ധിച്ചാൽ കാണാം, അത് നിവർത്തി പിടിച്ചാൽ ഒരു കുരിശാണ്. അപ്പൊ ഇങ്ങനെ പ്രകൃതിയിൽ കാണുന്ന എല്ലാം. ഇനി പറയാണ്, നിങ്ങൾക്കൊരു സ്ലീവായാകാതെ നിങ്ങളുടെ കുപ്പായം എടുത്തിടാൻ പറ്റുമോ? കൈയൊക്കെ വിധിക്കാതെ ഒരു ഷർട്ട് എടുത്തിടാൻ പറ്റുകയില്ല.
അപ്രമിതർക്ക് എത്ര മനോഹരമായ തോട്ടാണ്. നിങ്ങൾക്ക് കുരിശാകാതെ ഷർട്ട് ഇടാൻ, കുപ്പായം ഇടാൻ പറ്റുകയില്ല. വസ്ത്രം അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനി പിന്നെ പറയാണ്, സ്ലീവ കർത്താവിന്റെ വാഹനമാണ്. അത് അവൻ അവിടെ അതുമായിട്ടാണ് പോകുന്നത്. അവന് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഞാനിവിടെ ഇട്ടേച്ച് പോയ കുരിശെടുത്തോണ്ട് എൻ്റെ പിന്നാലെ വരിക. അപ്പൊ കർത്താവ് സ്ലീവ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. അത് എടുത്തുകൊണ്ട് നമ്മൾ ചെല്ലാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അപ്പൊ കർത്താവിനെ അനുഗമിക്കുന്നവൻ്റെ കയ്യിലൊരു സ്ലീവ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ അച്ഛന്മാരും ഒക്കെ ആശീർവദിക്കുമ്പോൾ സ്ലീവ കൊണ്ട് ആശീർവദിക്കുന്നു. സ്ലീവ അടയാളത്തിൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. അപ്പോൾ സ്ലീവായിലാണ് നിങ്ങൾ മുദ്രിതരാകുന്നത്. സ്ലീവ ഉയർത്തപ്പെടുന്നു. അതാണ് എക്സോർട്ടേഷൻ ഓഫ് ദി ക്രോസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഇനിയും പിന്നെ പറയുകയാണ്, 2 വിധത്തിലുള്ള മരണമുണ്ട്. പാപത്തിൽ നിന്ന് ഉരുവാകപ്പെടുന്ന ആത്മീയ മരണം, 2 സ്വാഭാവിക മരണം. വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ചത്തുപോകും. സ്വാഭാവിക മരണം നമ്മൾ മറ്റേ മരണം അടഞ്ഞെങ്കിൽ, ആത്മീയ മരണം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് ലോകവും, ഭൗമിക ലോകവും നിത്യമായ ലോകവും. അപ്പോൾ ഇങ്ങനെയാണ്. ഇനിയും മാർത്തോമാ സ്ലീഹായുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് സ്ലീവായെ കുറിച്ച് പറയുന്ന കുറെ കാര്യങ്ങൾ സെറൂഗിലെ മാർ യാക്കോബ് പറയുന്നുണ്ട്. കർത്താവ് തോമായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നാണം തോന്നാതെ സ്ലീവായും എടുത്ത് ഇന്ത്യയിലേക്ക് പോവുക. ഹെന്തോ എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. സുറിയാനി ഹെന്തോ, ഇന്ത്യയിലേക്ക് പോവുക. മരിച്ചവരുടെ ദേശത്ത് പോയി പാപത്തെയും മരണത്തെയും നശിപ്പിക്കാൻ കർത്താവ് എഴുന്നള്ളിയ വാഹനം സ്ലീവായാകുന്നു എന്ന് അവരോട് പറയുക. ഇനി വീണ്ടും തോമസ് ലേഹയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നത്, തോമസ് ലേഹയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ സൗജന്യമായിട്ടൊരു കപ്പൽ യാത്ര അനുവദിച്ചു. പക്ഷെ അതിന് പ്രത്യുപകാരമായിട്ട് തോമയെ അടിമയായിട്ട് വിൽക്കുകയാണ്. ഇതേക്കുറിച്ച് തോമ കർത്താവിനോട് പരാതിപ്പെടുകയാണ്, നീ സ്ലീവായാൽ നിന്റെ ജീവനുള്ള രക്തത്താൽ ഞങ്ങളെ അടിമത്തത്തിൽ നിന്ന് മോചിതരാക്കി. നീ നിന്റെ കുരിശാരോഹണങ്ങളാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കിയതല്ലേ, അതിനാൽ നീ ഞങ്ങളെ വീണ്ടും അടിമകളാക്കുന്നുവോ? കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തോമയോട് പറയുകയാണ്, കുരിശെടുക്കാൻ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, സ്നേഹപൂർവ്വം കർത്താവ് അവനെ അടുത്ത് പിടിച്ച് സ്ലീവ അവന്റെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തോടെ പോകുക, ഇതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. ഉയരങ്ങളും ആഴങ്ങളും അത് നിനക്ക് കീഴ്പ്പെടുത്തി തരും. അതുകൊണ്ട് നീ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക. ഇനി അപ്രയം പിതാവ് ഇതിനെ പറ്റി തന്നെ കൗണ്ടർ ചെയ്ത് പറയാം, ഈശോ തന്റെ രക്തത്താൽ തോമായെ വിലയ്ക്ക് വാങ്ങി ഇന്ത്യയിലേക്ക് അയച്ചു. എന്നാൽ തോമായാകട്ടെ തന്റെ രക്തത്താൽ ഇന്ത്യക്കാരെ വാങ്ങി കർത്താവിന് തിരിച്ചു കൊടുത്തു. അത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരല്പം വേദപുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഈ ഒരു ഭാഗം അവസാനിപ്പിച്ചിട്ട് ഇതിൻ്റെ പാരമ്പര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. വിശ്വാസികളുടെ ജീവിതത്തിൽ സ്ലീവായുടെ സാധ്യതകൾ വളരെയേറെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യം ഇത് തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഒരു വാക്യമുണ്ട്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സ്ലീവായിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് അഭിമാനിക്കാൻ ഇടയാകാതിരിക്കട്ടെ. സുറിയാനിക്കാര് പൗലോസ്ലീഹയുടെ ലേഖനം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് സ്ലീവ മാത്രമേ ഉള്ളൂ. ശൂന്യമായ സ്ലീവ, ശൂന്യമായ മദ്ബഹ, ശൂന്യമായ കല്ലറയും ശൂന്യമായ കുരിശും. ഈശോ കുരിശിൽ കിടന്നത് അധികം ആരും കണ്ടില്ല. കാരണം അബ്രഹാം പറയുന്നത്, പിതാവായ ദൈവം തൻ്റെ പുത്രന്റെ നഗ്നത ലോകം കാണാതിരിക്കാൻ സൂര്യനെ മറച്ചു കളഞ്ഞു. തൻ്റെ പുത്രന്റെ നഗ്നത, കാരണം നഗ്നമായിട്ടാണ് പുത്രനെ കുരിശി തറച്ചത്, അത് കാണാതിരിക്കാൻ സൂര്യനെ മറച്ചു കളഞ്ഞു. തൻ്റെ മകൻ, തൻ്റെ പുത്രന്റെ നഗ്നത കാണാതിരിക്കാൻ. ആളുകൾ കണ്ടത് ശൂന്യമായ കുരിശും ശൂന്യമായ കല്ലറയും. അതുകൊണ്ട് സുറിയാനിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളിയിൽ രൂപങ്ങളോ ചിത്രങ്ങളോ ഒന്നുമില്ല. രൂപങ്ങൾ ലത്തീൻ സഭയുടെയാണ്, ഐക്കണുകൾ ഗ്രീക്കുകാരുടെയാണ്. സുറിയാനിക്കാർക്ക് ഒരു സ്ലീവ മാത്രം. ഐക്കണോ ക്ലാസ് എന്ന് പറയുന്ന സൂര്യഹദോസിൽ പോയി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴും അങ്ങനെയാണ് അവസാനം തീരുമാനം ഉണ്ടാകുന്നത്. സ്റ്റാച്യൂസ് എല്ലാം 3 ഡയമെൻഷണൽ സ്റ്റാച്യൂസ് ഒക്കെ ലത്തീൻ സഭയുടെയും 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഐക്കൺസ് ഒക്കെ ഗ്രീക്കുകാരുടെയും നമ്മുടെ പാപ്പന്മാർ സ്ലീവായി കൊണ്ട് ധരിച്ചു പോകുന്നു സൂര്യഹദോസ് കഴിഞ്ഞ്. അപ്പം നമുക്ക് ശൂന്യമായ കല്ലറ, അതാണ് ബലിപീഠം.
ബലിപീഠത്തെ മൈക്ക് സ്റ്റാൻഡ് ഒന്നും വെക്കാറില്ല. വായിക്കാനുള്ള വലിയ സ്റ്റീൽ സ്റ്റാൻഡ്, ഇതൊക്കെ ചെന്നാൽ പലയിടത്തും കാണാം. ഇരുമ്പ് സ്റ്റാൻഡ്, എന്തെല്ലാം സൗകര്യങ്ങൾ. അത് ശൂന്യമാണ്, അതിലൊന്നുമില്ല. ബലിയർപ്പണത്തിൽ 2 സാക്ഷികളുടെ മധ്യയാണ് പുരോഹിതൻ ബലിയർപ്പിക്കുന്നത്. 2 പേരുടെ സാക്ഷി സത്യമാണ്. ആരൊക്കെയാ? ഒന്ന് സ്ലീവായും ഒന്ന് ഏവങ്കേലിയോനും. ഏവങ്കേലിയോനെയും സ്ലീവായെയും സാക്ഷി നിർത്തിയാണ് ഈ പുരോഹിതൻ ബലി അർപ്പിക്കുന്നത്. കാരണം പുരോഹിതൻ മധുബഹാലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ തൻ്റെ പൈനായാൽ ബലിപീഠം മറയ്ക്കപ്പെട്ടിരിക്കുക. നമ്മൾ കാണുന്ന അച്ഛൻ്റെ ആ പൈന അല്ലെങ്കിൽ കാപ്പ എന്ന് പറയും, പൈന എന്ന് സുറിയാനി പറയുന്നത്. അതുകൊണ്ട് ബലിവസ്തുക്കളും ബലിപീഠവും മറച്ചിരിക്കുക. 2 സാക്ഷികളാണ്. ഒരു വശത്ത് സ്ലീവ, വലതുവശത്ത് ഏവങ്കേലിയൻ. ഈ 2 പേരെ സാക്ഷി നിർത്തിയാണ് ബലി നടക്കുക. അപ്പം അവിടെ വേറെ ഒന്നുമില്ല. ബലിപീഠം ശൂന്യമാണ്, സ്ലീവ ശൂന്യമാണ്. ഉയർത്തെഴുന്നേറ്റവനെ വീണ്ടും കുരിശിൽ തറയ്ക്കേണ്ട എന്നുള്ള ഉത്ഥാന ദൈവശാസ്ത്രമാണ് നമ്മുടെ ഈ സ്ലീവായിൽ ക്രൂസിഫിക്സ് ഇല്ലാത്തതിന്റെ കാരണം. അവൻ കുരിശിൽ കിടക്കുന്നത് കാണുന്നത് തന്നെ ഈ ക്രൂശാരോഹണം കർത്താവിനും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ ആ നിത്യസഹായ മാതാവിന്റെ ഒരു ഐക്കൺ ഉണ്ട്, അത് നോക്കിയാൽ കാണാം. നിത്യസഹായ മാതാവിന്റെ ഐക്കൺ കണ്ടിട്ടില്ലേ? അതിൻ്റെ അകത്ത് മറിയം ഈശോയെ കയ്യിൽ എന്തിയിരിക്കുകയാണ്. ഈ അവരുടെ 2 വശത്തും 2 മാലാഹമാര്, മിഖായേലും ഗബ്രിയേലും. ഒരാൾ ഒരു കൈ കുന്തവും ഒരാൾ ഒരു കയ്യിൽ കുരിശും പിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് സൂം ചെയ്ത് നോക്കണം കേട്ടോ. ഈ രണ്ട് മാലാഹമാരാണ് നിൽക്കുന്നത്. അപ്പോൾ ഈശോ പുറത്ത് കളിച്ചോണ്ടിരിക്കുകയായിരുന്നാണ് ഐക്കണിന്റെ കമന്ററി പറയുന്നത്. അപ്പോൾ ഈശോ ഓടി പെരക്കകത്ത് ഇത് കണ്ട് പേടിച്ചു. 2 മാലാഹമാർ ഇതുമായിട്ട് വന്നപ്പം പേടിച്ചകത്ത് കയറിയപ്പോൾ കാല് തട്ടി ചെരുപ്പ് പൊട്ടി. അതാണ് ആ ഐക്കണെ നോക്കിയാൽ കർത്താവിൻ്റെ ചെരുപ്പ് പൊട്ടി തൂങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് കർത്താവിൻ്റെ വിലാപ് കുത്തി തുറക്കാനുള്ള കുന്തമാണ് ഒരാൾ ഒരു കൈ പിടിച്ചിരിക്കുന്നത്, ഒരാൾ ഈ തറയ്ക്കാനുള്ള സ്ലീവ്. അതുകൊണ്ട് കർത്താവിന് നമുക്കിത് എത്ര കണ്ടാലും, ഈ കുരിശുരൂപം കണ്ടാലും, ഈ കർത്താവിൻ്റെ കിടപ്പ് കാണുന്ന ഒരു വലിയ സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്രൂസിഫിക്സ് കണ്ടാലും നമുക്ക് മതിയാകുന്നില്ല. കർത്താവിന് ഇത് കാണുന്നത് വളരെ വിഷമമാണ്. എൻ്റെ അപ്പനെ നാട്ടുകാരെല്ലാം കൂടെ കാളപ്പടലിൽ അടിച്ച് നാട്ടിലിട്ട് തല്ലിക്കൊന്ന് വീട്ടിൽ ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ ഒരിക്കലും ആ തല്ലിക്കൊന്ന പടം ഞാൻ വീട്ടിൽ ഫ്രൈ ചെയ്ത് വെക്കും. പുള്ളി വായി കൂടെ ചോരയെല്ലാം വന്ന് അവിടെ ചങ്ങനാശ്ശേരി കാവലെ കിടക്കുന്ന പടമില്ല, നല്ല പേനയൊക്കെ പോക്കറ്റ് ഇട്ട് നല്ല സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണാടിയൊക്കെ വെച്ച് നല്ല ഭംഗിയായിരിക്കുന്ന പടം വെക്കത്തുള്ളൂ. കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ എല്ലാ നേരവും ചെല്ലുകയും ചെയ്യും. പക്ഷേ ഇത് കാണുന്നത് നമുക്കൊരു സന്തോഷമാണ്. ഇതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ വഴക്കുമാണ്. ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ആനന്ദമാണ്. ഓക്കെ, എന്തുമായിട്ട് നിങ്ങൾ അങ്ങനെയെങ്കിൽ അങ്ങനെ സന്തോഷിക്കുക. ഇന്ന് നിങ്ങളോടായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം സ്ലീവയുടെ സാധ്യതകൾ ഭയങ്കരമാണ്. സ്ലീവ വരുത്തിയ ഒരു വ്യത്യാസം അത് നമുക്ക് പറയാതിരിക്കാനൊക്കെയില്ല. മത്തായി അറിയിച്ച സുവിശേഷം 27-ാം അധ്യായം 54-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ഈ മനുഷ്യൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. ശതാധിപൻ ഇതെല്ലാം കണ്ടു. ഞാൻ തിയോളജിയൊക്കെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുന്ന ഇഷ്ടമെന്ന് എനിക്കറിയാം. ശതാധിപൻ ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. കർത്താവ് വെള്ളം വീഞ്ഞാക്കിയിട്ട് പുള്ളി പറഞ്ഞില്ല, ലാസറിനെ ഉയർപ്പിച്ചിട്ട് പുള്ളി പറഞ്ഞില്ല, അന്ധന് സൗഖ്യം കൊടുത്തു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കൂനിയെ നിവർത്തി, വെള്ളത്തിന് മേളിൽ കൂടെ നടന്നു. ഈ ശതാധിപൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷെ കുരിശിൽ നോക്കിക്കൊണ്ട് ശതാധിപൻ പറയുകയാണ്, ഈ മനുഷ്യൻ ദൈവപുത്രനാണ്. ഒരു വല്ലാത്ത സാക്ഷ്യമാണ്. കുരിശ് കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഈ മനുഷ്യൻ ദൈവപുത്രനാണ്. ഇത് അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്ന സാധനമാണ് ഈ സ്ലീവ. 2000 വർഷങ്ങൾക്ക് ശേഷം ഈ സ്ലീവ എവിടെല്ലാം ഉയർന്നു നിങ്ങൾ നോക്കുക. ഈ സ്ലീവ മൂലം ചാവറേച്ചൻ പറഞ്ഞ് പള്ളിയോട് ചേർത്ത് പള്ളിക്കൂടം അജ്ഞാനിയെ ജ്ഞാനിയാക്കി, വിവരമില്ലാത്തവർക്ക് വിവരം ഉണ്ടാക്കി. ഇതെവിടെയെല്ലാം ഉയർന്നു ഈ സ്ലീവ? വലിയ ബ്രഹ്മാണ്ഡമായ പള്ളികളുടെ എല്ലാം മുകളിൽ സ്ലീവ ഉയർന്നു. ഈ സ്ലീവ ഉയർന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ആളുകൾ വിവരമുള്ളവരായി. ശതാധിപൻ 100 പട്ടാളക്കാരൻ, സഹസ്രാധിപൻ എന്ന് പറഞ്ഞാൽ 1000 പട്ടാളക്കാരുടെ തലവൻ, 100 പട്ടാളക്കാരുടെ തലവൻ പറയാണ്, ഇത് ദൈവപുത്രനാണ്. തിരിച്ചറിവിലേക്ക് കൊണ്ടുവരികയാണ് കുരിശ്. ഇനിയും മത്തായി അറിയിച്ച സുവിശേഷം 27-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ബറാബാസ് എന്ന ഒരു ക്രിമിനൽ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. ബറാബാസ് എന്ന് പറയുന്ന ഒരാൾ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. അപ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന ഒരാളെ മോചിപ്പിക്കണം.
കൊണ്ടുവന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ആരെ വേണം? ഈ ദൈവപുത്രൻ എന്ന് പറയുന്ന ആ ബൈബിൾ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. ദൈവപുത്രൻ എന്ന് പറയുന്ന ഈ ഈശോയെ വേണോ അതോ ബറാബാസിനെ വേണോ? രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. ബർ അബ്ബ, ബർ സൺ. ഇത് രണ്ടുപേരും അപ്പന്റെ മക്കളാ. ഈശോയുടെ കാര്യം പറഞ്ഞപ്പോഴും ബറാബാസ് ആണ് ഈശോ. നിങ്ങൾക്ക് ഏത് ബറാബാസിനെ വേണം? 21-ാം നൂറ്റാണ്ടിലെ ചോദ്യമാണ്. നിങ്ങൾക്ക് ആരെ വേണം? ഞങ്ങൾക്ക് ഈ ബറാബാസിനെ മതി, ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ കള്ളനെ മതി, ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. ഇവിടെ ബന്ധനസ്ഥനായവൻ വിടുവിക്കപ്പെടുകയാണ്. സ്ലീവ കർത്താവ് കുരിശിലേറുമ്പോൾ ബറാബാസ് റോഡിലിറങ്ങി ഓടുക. അതാണ് സ്ലീവയുടെ ശക്തി. സ്ലീവായിൽ ചുംബിക്കുമ്പോൾ ബന്ധനത്തിൽ നിന്നും മോചിതനാകും. ജയിലിൽ കടന്നവൻ ജയിൽ വിമോചിതനാകുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തില് യേശയ്യയുടെ പ്രവചനത്തിൽ കർത്താവ് എടുത്ത് വായിച്ചുകൊണ്ട് പറയാണ്, ബന്ധിതർക്ക് മോചനം. കർത്താവിന്റെ പരസ്യ ജീവിതം അതാണ്. ഒരു ജൂബിലി വർഷമാണ്. എല്ലാവർക്കും വിടുതൽ, അന്ധന് കാഴ്ച, ചെകിടന് കേൾവി, കുഷ്ഠരോഗിക്ക് റോഡിലിറങ്ങി നടക്കാം. ഇവർക്കെല്ലാം വിമോചനം, വിശക്കുന്നവന് ആഹാരം. എന്താ കർത്താവ് ചെയ്യാത്ത? എല്ലാ മേഖലകളിലും ഒരു ജൂബിലി, പഴയ നിയമത്തിലെ ജൂബിലി പുനർപ്രഖ്യാപിക്കുകയാണ്. ഈ ജൂബിലി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഈ അന്ധന് കാഴ്ചയും ചെകിടന് കേൾവിയും, വിവാഹ വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അവർക്ക് ഭക്ഷണവും ഇതൊക്കെ കൊടുക്കുന്ന ആളാണ്. വിശക്കുന്നവന് ആഹാരം, ഇതെല്ലാം കൊടുത്ത ആളാണ് നമ്മുടെ കർത്താവ്. അപ്പം മരണത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ആകുലതയിൽ നിന്നുമുള്ള വിടുവിക്കൽ. ഇനിയും ലൂക്കാസ് സുവിശേഷം 23:11, ഹേറോദേസും പീലാത്തോസും ബദ്ധശത്രുക്കളായിരുന്നു. അവര് സ്നേഹിതരായി. കർത്താവ് കുരിശിലേറിയപ്പം ബദ്ധശത്രുക്കളായിരുന്ന പീലാത്തോസും ഹേറോദേസും സ്നേഹിതരായി. ശത്രുക്കളെ തമ്മിൽ സ്ലീവ ഇണക്കുകയാണ്. കുരിശുയർത്തിയപ്പോൾ ബദ്ധശത്രുക്കളായ അവർ സുഹൃത്തുക്കളായി തീർന്നു. സ്ലീവയുടെ കീഴിൽ സകലതും ക്ഷമിക്കപ്പെടുന്നു. കുരിശിൽ നിന്നൊഴുകുന്ന ആ രക്തത്തിന്റെ സുഗന്ധത്തെ പറ്റി പിതാക്കന്മാർ പറയുന്നുണ്ട്. അവന്റെ രക്തമാണ് മൂറോൻ. മൂറോൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ആ കർത്താവിന്റെ ശരീരം പൊതിഞ്ഞു വെച്ച ആ സുഗന്ധക്കൂട്ടുകളെല്ലാം കൂടെ എടുത്ത് അത് ആ എണ്ണയിൽ തിളപ്പിച്ചുണ്ടാക്കിയ സാധനമാണ് ഈ മൂറോൻ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരവും രക്തവും ഒക്കെ ഈ സൈത്തിൽ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തൈലാഭിഷേകമൊക്കെ ഇത്ര വളരെ കാര്യമായിട്ട് ചെയ്യുന്നത്. കാരണം ആ 100 റാത്തൽ സുഗന്ധക്കൂട്ട് അവിടെ ഇട്ടച്ച കർത്താവ് പോയത്. അത് അവന്റെ മുറിവിന്റെ അകത്തൊക്കെ കയറിയിരുന്നതാണ്. അതെല്ലാം കൂടെ എടുത്താണ് സഭ പിൽക്കാലത്ത് ഈ മൂറോൻ ഉണ്ടാക്കുന്നത്, അല്ലെ സൈത്ത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൈത്തിനെ ഇത്ര പൂജ്യമായിട്ട് അവന്റെ രക്തത്തിന്റെ ആ സൈത്തിന്റെ ഒരംശം ചേർത്താണ് അടുത്ത പ്രാവശ്യം വീണ്ടും സൈത്ത് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇനിയും ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ കുരിശിന്റെ വലതുവശത്ത് കിടന്ന നല്ല കള്ളൻ പറയുകയാണ്, ഈശോയെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. കള്ളൻ പറുദീസായി കയറുന്നു. കുരിശിന്റെ ശക്തി ഭയങ്കരമാണ്. ഈ നല്ല കള്ളൻ കാണുകയാണ് കർത്താവ് പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൈ കഴുകി പറയാ, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് ഈ നല്ല കള്ളൻ കാണുന്നുണ്ട്. ഈ വിചാരണയെല്ലാം ഈ നല്ല കള്ളനും ഈ മറ്റു 2 കള്ളനും കൂടെ നിൽപ്പുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവനത് കാണുന്നുണ്ട്. ഇവൻ കുരിശിൽ കടന്ന് കുരിശിലേക്ക് നോക്കിയപ്പം കുരിശിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവൻ യൂദന്മാരുടെ രാജാവ്. അവൻ പറയുക, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെയും കൂടെ ഓർക്കണം. ഒരു വലിയ അനുതാപത്തിലേക്ക് കൊണ്ടുപോവാണ് കുരിശ് കാണുന്ന ആ കള്ളന് മാനസാന്തരം കുരിശിൽ വെച്ച് അവനോട് പറയാ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് കർത്താവ് പറഞ്ഞ വാക്ക് വളരെ പ്രധാനമാണ്. നമുക്ക് 2 സമയങ്ങളുണ്ട്. ഒന്നിന്റെ പേര് ക്രോണോസ്, ഒന്നിന്റെ പേര് കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ടൈം. 8 മണി, 9 മണിക്ക് സെമിനാർ, 10 മണിക്ക് കുർബാന, 12:30 ഉച്ചയൂണ്. അതാണ് ഈ ക്രോണോസ് എന്ന് പറയുന്നത്. കൈറോസ് എന്ന് പറയുന്നത് 9 മണിക്ക് അച്ഛൻ കുർബാനയ്ക്ക് പള്ളിയുടെ മധുബഹായിലേക്ക് കയറുമ്പോൾ നമ്മൾ കൈറോസിലേക്ക് ആകുക. നമ്മൾ മാളികയിലേക്ക് പോവുക. എവിടെയാ? ഏത് മാളിക? സഹിയോൻ മാളികയിൽ അച്ഛൻ്റെ കൂടെ നമ്മൾ പോവുകയാണ്. ഭൗമികരായ നമ്മൾ സ്വർഗീയരായിട്ട് രൂപാന്തരീകരിക്കപ്പെടുക. അപ്പൊ നമ്മുടെ കുർബാനയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ഒരു കുർബാനയേ ഉള്ളൂ, അല്ലെ? എല്ലാ ദിവസവും അച്ഛന് കുർബാന എല്ലാം നോക്കൂല. ഈ കുർബാന ഈ സമയത്ത് നിന്ന്
ഈ ക്രോണോസിൽ നിന്ന് കൈറോസിലേക്ക് പോവുക. കർത്താവ് പറയാം, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും. നമ്മളോട് പറയാം, നീ ഇന്ന് പർദീസയിലായിരിക്കും. അപ്പം ഈ രണ്ട് സമയങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ഓർത്ത് നോക്കണം. അതുകൊണ്ട് കർത്താവ് അർപ്പിച്ച ബലി നമുക്ക് വീണ്ടും ആവർത്തിക്കാൻ ഒക്കെയില്ല. അത് ഒരിക്കൽ മാത്രമല്ലേ ഉള്ളൂ എന്ന് പെന്തിക്കോസ്തുകാരൻ പറയുമ്പോൾ മറുപടി ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളുടെ സമയം ആരാധനയുടെ സമയമാണ്. നമ്മുടെ സമയം കൗതാശികമായ സമയമാണ്. അപ്പം ഈ കൗതാശിക സമയം എന്താണ് എന്ന് തിരിച്ചു പറയാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉത്തരം പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും നോക്കിക്കേ, ലൂക്കാ സുവിശേഷം 23:50 പറയുകയാണ്, അരിമത്തിയാക്കാരൻ യൗസേപ്പ് എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ സുവിശേഷത്തിൽ അങ്ങനെ അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:38 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യഹൂദരെ ഭയപ്പെട്ട് ഈശോയുടെ ശിഷ്യനായിരുന്ന അരിമത്തിയാക്കാരൻ യൗസേപ്പ് ഈശോയുടെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. ഒരു ക്രിമിനലിൻ്റെ ശരീരമായി പാകിസ്ഥാൻകാരൻ ഇന്ത്യൻ അതിർത്തിയിൽ വെച്ച് വെടിവെച്ച് മരിച്ചു. നമ്മുടെ ഒരു ബന്ധുവാണ് ആ പാകിസ്ഥാൻകാരൻ മരിച്ചത് എന്ന് വിചാരിക്കുക. എൻ്റെ ഒരു അളിയനാണ് മരിച്ചത്. പാകിസ്ഥാൻകാരനാണ്, ഇന്ത്യൻ അതിർത്തിയിലാണ് മരിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരാണ് വെടിവെച്ചത്. ഞാൻ ചെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയാം, എനിക്ക് ആ ഡെഡ് ബോഡി തരാമെന്ന് വെച്ചാൽ അപ്പോഴേ എന്നെ പിടിച്ചെടുത്തണം. അത് നിനക്ക് ഈ ക്രിമിനലുമായിട്ട് എന്നെ ബന്ധം? ഈ അരിമത്തിയാക്കാരൻ യൗസേപ്പ് എന്ന് പറയുന്നത് മാത്രമേ എന്താ വെച്ചാൽ പീലാത്തോസിനോട് ഈ ബോഡി നമുക്ക് വേണം കേട്ടോ, ക്രിമിനലാ. ഇവർ വളരെ കഷ്ടപ്പെട്ട് കുരിശിൽ തറച്ച ആളാണ്. ഈ ബോഡി ചോദിക്കാണ്. ഇവിടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോരുത്തരുടെ ആ കുരിശിൻ്റെ ചോട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രം. എന്നോട് സംസാരിക്കേണ്ട വിഷയം സ്ലീവായ ഞാൻ ആ വഴിക്ക് പോകുന്നില്ല, വേറെ വഴിക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഈ അരിമത്തിയാക്കാരൻ യൗസേപ്പ് ചെന്ന് ശരീരം ചോദിക്കുകയാണ്. ശരീരം എടുത്തുകൊണ്ട് പോയി. സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് 3 മാസം ആ ചേട്ടനകത്തായിരുന്നു. പിന്നെ ശരീരമൊക്കെ എടുത്തുകൊണ്ട് പോയി എല്ലാം മറന്നു ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരെ വേറൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ സുവിശേഷത്തിന് അപ്പുറത്തൊരു ലോകമുണ്ട്. ആ ലോകം നമ്മൾ വായിക്കുന്നില്ല. ഈ പുള്ളിക്ക് എന്ത് അരിമത്തിയാക്കാരനെ അവസരം അവിടെ കൊണ്ട് അവസാനിക്കുക. പിന്നെ നമുക്ക് അങ്ങനെ ഒരാൾ അവിടെ പോയെന്ന് പോലും നമ്മൾ അന്വേഷിക്കുന്ന ഒരു രീതി നമുക്കില്ലല്ലോ. നമ്മുടെ ഒരു കാര്യം അല്ല, ഈ പുള്ളി അവിടെ പോയി എന്നൊന്നും തിരക്ക് നമ്മൾ. അതാ ഞാൻ നിങ്ങളെ ആ ഒരു ലോകത്തേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഓക്കെ, എടുത്തുകൊണ്ട് പോകാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. അത് എടുത്തുകൊണ്ട് പോകാനും പീലാത്തോസ് പറഞ്ഞു. ഇനിയും വേറൊരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രാത്രിയിൽ അവരുടെ അടുത്ത് വന്ന് നിക്കോദേമോസ് ഒരു അപ്പാപ്പനായിരുന്നു. നിക്കോദേമോസ് ചെറുപ്പക്കാരനല്ല, നല്ല പ്രായമുള്ള ആളാണ്. കർത്താവിനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രായമായ ഒരാൾ അമ്മയുടെ വയറ്റിൽ കയറി എങ്ങനെയാണ് രണ്ടാമത് ജനിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ പുള്ളിക്കാരൻ്റെ കാര്യം പുള്ളിയാണ് പറഞ്ഞത്. ഇത് പുള്ളി വൃദ്ധനായി കഴിഞ്ഞ് രാത്രി തലവഴി തോർത്ത് വിട്ട് കർത്താവിനെ കാണാൻ വന്ന്. പകല് വന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് പേടിച്ചാണ് ഇദ്ദേഹം രാത്രി വന്നത്. ഈ രാത്രിയിൽ വന്ന ആള് നിക്കോദേമോസ് വൃദ്ധനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:4 പറയുന്നുണ്ട്, വൃദ്ധനായിരുന്നു എന്ന് അത് പറയുന്നുണ്ട്. ഇദ്ദേഹത്തോട് യോഹന്നാൻ പറയുന്നുണ്ട്, 3 യോഹന്നാൻ 14 പറയുന്നുണ്ട്, മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിക്കോദേമോസ് പ്രായമായിട്ട് വീട്ടിൽ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആരോ പറയുന്നത് കർത്താവിനെ കുരിശിൽ തറച്ച് ഉയർത്തി. ഈ മനുഷ്യൻ അപ്പോഴാണ് ഓർക്കുന്നത് മനുഷ്യപുത്രൻ. അന്നത് ഈ യോഹന്നാന്റെ സുവിശേഷത്തില് ഈ 3 പറഞ്ഞപ്പോൾ നിക്കോദേമോസ് ഇത് വിചാരിച്ചില്ല, ഇങ്ങനെ ഉയർത്തുന്ന ഒരു കാര്യമായി പറഞ്ഞത്. അവൻ കുരിശിൽ ഉയർത്തപ്പെട്ടു എന്ന് കേട്ടപ്പം കട്ടിലെ കിടന്ന് അപ്പാപ്പൻ തൻ്റെ ശവടക്കിന് വേണ്ടി വെച്ചിരുന്ന 100 റാത്തൽ സുഗന്ധക്കൂട്ടും എടുത്ത് തോളത്ത് വെച്ച് നട്ടുച്ചയ്ക്ക് ജെറൂസലേമിലൂടെ പോന്നു. രാത്രി തലവഴി മുണ്ടുവിട്ട് കർത്താവിനെ കാണാൻ വന്ന ശിഷ്യൻ ഇതാ പകൽ റോഡിലിറങ്ങുന്നു. ഇതാണ് കുരിശിന്റെ ശക്തി, ഇതാണ് കുരിശിന്റെ പ്രത്യേകത. പാത്തിരുന്നവൻ പട്ടണത്തിൽ ഇറങ്ങുകയാണ് പകല്. ഇത്രയും വെയിറ്റ് ഈ വൃദ്ധനായ മനുഷ്യൻ, 45 കിലോ വെയിറ്റ് ഉണ്ട്, ഏതാണ്ട് 100 റാത്തൽ സുഗന്ധക്കൂട്ട്. പുള്ളിയുടെ ശവടക്കിന് മേടിച്ച് കട്ടിലടി വെച്ച് സാധനം എടുത്തുകൊണ്ടാണ് ഈ മനുഷ്യൻ പട്ടണത്തിലൂടെ പോകുന്നത്. ഇത് ഭയപ്പെട്ടവന്റെ ഭയം മാറ്റുന്നു കുരിശ്. ഭീരുത്വം നമ്മളത് ഇല്ലാതാക്കുന്നു. മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ മൃതസംസ്കാരം നടക്കുന്നു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. ഇനിയും ലൂക്കാ സുവിശേഷം 23:26 നോക്കുക. എല്ലാ കുരിശാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ കുരിശ് ചുമന്ന് കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന കവറിംഗുകാരനായ ശിമയോനെ ഈശോയുടെ കുരിശ് ചുമക്കാൻ അവർ പ്രേരിപ്പിച്ചു.
കണ്ടത്തിൽ നിന്ന് പണി കഴിഞ്ഞ് കറന്ന ചടച്ചൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അഴിക്കൂടെ വരിക. അത്ര പ്രശസ്തനൊന്നുമല്ല നാട്ടിൽ ഈ ശമയോന്, കാണാനും അത്ര വലിയ ഗ്ലാമറൊന്നുമില്ല. കണ്ടത്തിൽ നിന്ന് പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഈ കുരിശ് ചുമക്കാൻ നിർബന്ധിക്കുകയാണ്. അദ്ദേഹം ഈ കുരിശ് ചുമന്നുകൊണ്ട് പോവുകയാണ്. പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുക, ഈ കർത്താവിന്റെ കുരിശ് ചുമക്കാൻ സഹായിച്ച ആൾ ആരാണെന്ന് അറിയാമോ? അദ്ദേഹം നമ്മുടെ 2 മെത്രാന്മാരായ അലക്സാണ്ടറിന്റെ റൂഫസിന്റെ പിതാവാണ്. മക്കളുടെ പേര് പറഞ്ഞ പൗലോസ് അപ്പന്റെ കാര്യം പറയുന്നു. സാധാരണ നമ്മളൊക്കെ അപ്പന്മാരുടെ പേര് പറഞ്ഞാണല്ലോ മക്കളെ പറ്റി പറയുന്നത്. ഇവിടെ പറയാണ്, നിങ്ങൾ അറിയാമോ ഈ കുരിശ് ചുമന്ന ആരാന്ന്? അത് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവാണ് കുരിശ് ചുമക്കാൻ സഹായിച്ചത്. ഇനി പൗലോസ് ആ ലേഖന ഭാഗം അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, അവന്റെ അമ്മ എന്റെയും അമ്മയാണ്. കുരിശ് ചുമക്കാൻ സഹായിച്ച കൗരിയംകാരൻ ശെമയോന്റെ അമ്മ എൻ്റെ അമ്മയാന്ന് പൗലോസ് പറയുക. അപ്രശസ്തനായ കണ്ടത്തിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ പ്രശസ്തനായി മാറുന്നു നാട്ടിൽ. അദ്ദേഹത്തിന്റെ മക്കൾ സഭയിലെ വലിയ ഉന്നതന്മാരായി മാറുന്നു. ഇതാണ് സ്ലീവായുടെ പ്രത്യേകത. കുരിശ് ചുമന്നവൻ അവന്റെ ഒരു സ്ഥിതി വേറൊരു സ്ഥിതിയിലേക്ക് മാറുക. ഇതാണ് കുരിശിന്റെ പ്രത്യേകത. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാമത്തെ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ്. അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന യോഹന്നാനോട് കർത്താവ് പറയാ, ഇതാ നിന്റെ അമ്മ. കുരിശിന്റെ ചോട്ടിൽ നിൽക്കുന്ന കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവന് അമ്മയെ കൊടുക്കുന്നതാണ് കുരിശ്. അമ്മയില്ലാത്തവന് അമ്മ. കുരിശിന്റെ ചോട്ടിൽ വെച്ചാണ് മറിയത്തെ സഭയ്ക്ക് കിട്ടിയത്. സ്ലീവായുമായുള്ള ബന്ധം. സഭയ്ക്ക് നമുക്ക് ഒരമ്മയെ കിട്ടി. മറിയത്തെ പറ്റി പറയുന്ന ആളുകൾ ഓർക്കുക, കുരിശിന്റെ ചോട്ടിൽ വെച്ചാണ് അത് സംഭവിച്ചത്. അവളുടെ മക്കളായി നമ്മൾ ജനിക്കുകയാണ്. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് പറയാ, ഇതാ നിനക്കമ്മ. കുരിശ് അത് കുരിശിന്റെ ചോട്ടിൽ പോകാത്ത ബന്ധുക്കോസുകാരൻ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവന് അമ്മ കാണൂല, കാരണം അവന് കുരിശുമില്ല. കുരിശില്ലാത്തവൻ എങ്ങനെ അമ്മ? അപ്പം കുരിശ് ഒരു വലിയ ശക്തിയാണ്. കുരിശിന്റെ വിരോധികൾക്ക് അത് മനസ്സിലാകുകയില്ല. ലോകത്തിന്റെ അടയാളമാണ് കുരിശ്. പ്ലേറ്റോ പറയുകയാണ്, കർത്താവിന് മുമ്പ് പറയുകയാണ്, ലോകത്തിന്റെ ആത്മാവ് കുരിശാകൃതിയിലാണ്. ഇത് കർത്താവിന് വർഷങ്ങൾക്ക് മുമ്പ് പ്ലേറ്റോ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹം പറയുകയാണ്, പ്രപഞ്ചഗോളങ്ങളുടെ ഭ്രമണപഥം ഒരു ഗോളം മറ്റൊന്നിനെ ചുറ്റുമ്പോൾ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഇപ്പൊ പ്രപഞ്ചം വളരെ വൈഡായിട്ട് നമ്മൾ നോക്കിയാൽ പ്രപഞ്ചത്തിൽ മുഴുവൻ കുരിശുകൾ കാണാം. കർത്താവ് കുരിശിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് അതിൻ്റെ ഒരു നെടിയ ഭാഗം, അത് ഉന്നതങ്ങളിലേക്കാണ് ഉയരുന്നത്, ഭൂമിയെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി അതിനൊരു കുറുകിയ ഭാഗമുണ്ട്, അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. സ്വർഗവുമായിട്ട് കുരിശ് നമ്മളെ ബന്ധപ്പെടുത്തുന്നു, അതുപോലെ സഹോദരനുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നു. കർത്താവിന്റെ കുരിശിലേക്ക് അവന്റെ കൈ വലിച്ചു നിവർത്തപ്പോൾ അത് ഭൂമിയെ മുഴുവൻ കൈ ചുറ്റി എന്നാണ് നർസായി പറയുന്നത്. അവന്റെ കൈ കറങ്ങി പിടിച്ച് ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളെയും അവൻ വാരിപ്പിടിച്ച് പിതാവായ ദൈവത്തിന് കൊടുത്തു. അതാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ കുരിശ് നാട്ടപ്പെട്ടപ്പോൾ ഇനിയും ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഈ ക്രോസ് എന്ന് പറയുന്നത് എൻ്റെ ഞാൻ എന്ന ഭാവത്തെ വെട്ടിക്കളയുമ്പോഴാണ് കുരിശുണ്ടാകുന്നത്. ഞാൻ ഇല്ലാതാകുന്നു കുരിശിൽ. അതാണ് യഥാർത്ഥ കുരിശ്. യഥാർത്ഥ കുരിശിൽ ഞാനില്ല. ക്രോസ്, ഞാൻ ഇല്ലാതാകുമ്പോഴാണ് അത് കുരിശായിട്ട് മാറുന്നത്. കുരിശ് സഭ ഉണ്ടായ കാലം മുതൽ ഒരു വലിയ ധ്യാന വിഷയമാണ്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം എന്തുമാത്രം തവണയാണ് നമ്മൾ സ്ലീവാസ്. ഞാൻ ആദ്യം തുടങ്ങി പറഞ്ഞില്ലേ, സ്ലീവായ്ക്ക് വേണ്ടി സഭ ഒരു കാലം തന്നെ വെച്ചിരിക്കുക സ്ലീവായെ കുറിച്ച് ധ്യാനിക്കാൻ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, സ്ലീവ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റവനെയാണ് കാണുന്നത്. ഓരോ സഭകൾക്കും വളരെ വ്യത്യസ്തമായ കുരിശുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ആദ്യകാല സഞ്ചാരികളെല്ലാം തന്നെ പറയുന്നത് അവര് സ്ലീവാദാസന്മാരാണ്. ബേസ് സ്ലീവ ഉണ്ടായിരുന്നു, അവർക്ക് സ്ലീവ ഭവനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സ്ലീവ കാണുമ്പോൾ അവിടെ അടുത്ത് പള്ളി ഉണ്ടെന്ന് തിരിച്ചറിയുമായിരുന്നു. പള്ളിയോട് ചേർന്നെല്ലാം സ്ലീവ സ്ഥാപിക്കുമായിരുന്നു. മാനാനം കുന്നില് ആ പ്രസിന്റെ തൊട്ട് വാതിക്കൽ ഒരു സ്ലീവ ആയിരിപ്പുണ്ട്. അതിന്റെ അടി കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പോയെന്ന് വായിച്ചു നോക്കണം.
കോൺസ്റ്റന്റൈൻ്റെ അമ്മ ഹെലന രാജ്ഞി സ്ലീവ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചതാണ്, അതിൻ്റെ ഒരു ജൂബിലിയോടനുബന്ധിച്ച് സ്ഥാപിച്ചതാണ് ആ സ്ലീവ. ഈ പുഷ്പിത സ്ലീവായാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ലീവായെ പലതരം സ്ലീവകളുണ്ട്. ആ പടങ്ങളെല്ലാം ഒന്ന് പ്ലേ ചെയ്യാം. കുരിശ് പല സംസ്കാരവുമായി ബന്ധപ്പെട്ട് പല രീതിയിലാണ് കാണപ്പെടുക. നമുക്കറിയാം, നമ്മുടെ പുരോഹിതൻ ജനത്തെ ആശീർവദിക്കുന്നത് സ്ലീവായുടെ ആകൃതിയിലാണ്. പുരോഹിതൻ ഒരു വസ്തു റൂഷ്മ ചെയ്യുന്നത് സ്ലീവ ആകൃതിയിലാണ്. ഒരു വെള്ളത്തിന്റെ മുകളിൽ പുരോഹിതൻ കുരിശാകൃതിയിൽ അതിനെ റൂഷ്മ ചെയ്യും. നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പള്ളി പാടുന്ന ഒരു പാട്ടുണ്ട്, കൊല്ലാ മൗദേനൻ. മലയാളത്തിൽ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ. ആ ഗീതത്തിന് പറയുന്ന പേര് ആദാമിന്റെ ഗീതം എന്നാ പറയുന്നത്, ഉത്ഥാന ഗീതം. ഉത്ഥാനം ചെയ്ത ഈശോ സ്ലീവായിൽ ചവിട്ടി പാതാളത്തിലേക്ക് ഇറങ്ങി എന്നാ പറയുന്നത്. ഒരു കുരിശിൽ നിങ്ങൾ കണ്ടാൽ കാണും, ആദത്തിനെ ഹവ്വായെയും അവൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചവിട്ടി നിൽക്കുന്ന ഒരു ഐക്കൺ ഉണ്ട്. ഒരു കുരിശിൽ ചവിട്ടി പാതാളത്തിൽ ഷിയോയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു പിക്ചറുണ്ട്. സ്ലീവായിൽ ചവിട്ടിയാണ് അവൻ നിൽക്കുന്നത്. പീഡാനുഭവ വിവരണത്തെ പറ്റി പറയുമ്പോൾ ഗാഗുൽത്തായിൽ കർത്താവിനെ കൊണ്ടുചെന്നപ്പോൾ അവൻ ആ സ്ലീവായിൽ കയറി ഇരുന്നു എന്നാണ് പറയുന്നത്. അത് അവൻ്റെ സിംഹാസനമാണ്. സ്ലീവ അവൻ്റെ സിംഹാസനമാണ്. അവൻ അതിൽ കയറി ഇരുന്നു. സ്ലീവായിലിരുന്നാണ് അവൻ ഭരിക്കുന്നത്. സ്ലീവായിലാണ് അവൻ ബലി അർപ്പിച്ചത്. അവൻ്റെ ബലി സ്ലീവായിലാണ്. കുർബാനയെ പറ്റി ചില തർക്കങ്ങളുണ്ടല്ലോ. ആളുകൾ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ, താനെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് കർത്താവ് കിടന്നുകൊണ്ടാണ് കുർബാനയില്ലേ, കുരിശിൽ. അവൻ കുരിശിൽ കിടന്നുകൊണ്ടാണ് ബലി അർപ്പിച്ചത്. ഇനി അതിനുവേണ്ടി ആരും വഴക്കുണ്ടാക്കരുത് എന്നൊരപേക്ഷ. കർത്താവ് കുരിശിൽ കിടന്നു, അവനെ അതിൽ തറച്ചു. കുരിശിനെ പറ്റി തന്നെ ഈ പണ്ഡിതന്മാർ പറയുന്നത് ഒരു ടീ പോലെ ആയിരുന്നു കുരിശ്. ടീ ആകൃതിയിലായിരുന്നു. കർത്താവിന് ശേഷം വളരെ പേരെ പിന്നീട് കുരിശ് തറച്ചിട്ടുണ്ട്. ആ കുരിശുകളെല്ലാം ആ ആകൃതിയിലായിരുന്നു എന്നാണ് പറയുക. താവ്, അതായത് നെടിയ കഷ്ണം അവിടെ നാട്ടി നിർത്തും കുരിശ് തറയ്ക്കുന്ന സ്ഥലത്ത് ഗാഗുൽത്തായിൽ. കുറിയ കഷ്ണം പുറത്ത് വെച്ച് കെട്ടും. എന്നിട്ടാണ് ഈ ആളിനെ ചാട്ടവാറിന് അടിച്ച് ഓടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുള്ളി മോന്ത കുത്തി വീഴുന്നത്. പുറയുന്ന ഒരാൾ തള്ളിയാൽ അടിച്ചല്ലി വീഴും. നല്ല വെയിറ്റ് ഉള്ള തടി കഷ്ണമായി വെച്ചിരിക്കും. നല്ല നമ്മളിപ്പോൾ കാണുന്ന പോലെ നല്ല ആശാരി ചിന്തയിലിട്ട് നല്ല ഭംഗിയാക്കിയിട്ട ഒരു സാധനമല്ല, ഒരു റഫായ ഒരു തടി കഷ്ണം. ആ തടിയുടെ ഇടയ്ക്ക് ഒരു കൊമ്പുണ്ട്. ആദ്യം ഈ കൈ രണ്ടും കൂടെ വെച്ച് കെട്ടിയിട്ട് ഈ കൈയുടെ ഈ അസ്ഥികളുടെ ഇടയിലാണ് തറയ്ക്കുക. ഇവിടെ വെച്ചാൽ ഇതെല്ലാം കൂടെ ഊരി പറഞ്ഞു പോകും. ഇവിടെ ആണ് അടിക്കുന്നത്. ഇവിടെ രണ്ട് സ്ഥലത്തും തറയ്ക്കും. തറച്ചിട്ട് ഇയാളെ ഈ കുറുകയുള്ള കഷ്ണം ഒരു കപ്പി വഴി വലിച്ച് മേലോട്ട് പൊക്കും. ഈ നെടിയ കഷ്ണത്തിലേക്ക് പൊക്കിട്ട് ഇതിനൊരു കൊമ്പെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിലോട്ട് ഇയാളെ കയറ്റി ഇരുത്തിട്ട് കാൽ രണ്ടും കൂടെ ചേർത്ത് വെച്ച് തറയ്ക്കും. ഇല്ല കാലങ്ങ് വെട്ടിക്കളയും പെട്ടെന്ന് മരിക്കാനായിട്ട്. കാരണം ബ്ലഡ് മുഴുവൻ വാർന്നൊഴുകി മരിച്ചു പോകും. ഈ ബ്ലഡ് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ കണ്ടവാനും കൂടും. ഈ ശരീരത്തിൻ്റെ ചൂട് കൂടും രക്തം പോകുമ്പോൾ. ഒരു ദാരുണമായ മരണമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ രക്തം വാർന്നുള്ള ഒരു മരണം പെട്ടെന്നൊന്നും മരിക്കുകയല്ല. ഈ രക്തം മുഴുവൻ പോയതിനു ശേഷമാണ് ആൾ മരിക്കുന്നത്. സ്ലീവായി നമ്മൾ വണങ്ങുന്നത് അതുകൊണ്ടാണ്. അവൻ്റെ രക്തം പറ്റിയതാണ് ഈ കുരിശിൽ. അപ്പോൾ ഓരോ സഭകൾക്കും വ്യത്യസ്തമായ കുരിശുകളുണ്ട്. അത് അവയുടെ സഭയുടെ ദൈവശാസ്ത്രമാണ് അത് വിളിച്ചോതുന്നത്. ലത്തീൻ സഭയുടെ കുരിശെന്ന് പറയുന്നത് ആദ്യമായി ഉണ്ടാക്കിയ കുരിശ് ഗ്രീക്കുകാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 4 ദിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ വലിപ്പത്തിൽ 4 വശത്തേക്കും ക്രോസ് ഉണ്ടാക്കി. ആ നടുക്ക് കാണുന്ന പോലെ ഇതിന്റെ നീളം ഒരേപോലെയാണ് ഇരിക്കുന്നത് 4 വശത്തേക്കും. അപ്പൊ അങ്ങനെയായിരുന്നു. അത് ഗ്രീക്ക് ക്രോസ് ആണ്. ഒത്തിരി ക്രോസ് ഉള്ളതെല്ലാം കൂടെ എടുത്ത് വയ്ക്കാവും. അതെ, ആ കാണുന്നത് ഇതെല്ലാം ഗ്രീക്ക് ടൈപ്പ് ക്രോസുകളാണ്. ഇങ്ങനെ കാണുന്നതല്ല. അതിന്റെ 4 അഗ്രങ്ങളും ഒരേപോലെ. ഇങ്ങനെ കാണുന്നതെല്ലാം ലത്തീൻ ക്രോസ് ആണ്. പ്രദക്ഷിണ കുരിശെന്നാണ് പറയുന്നത്. പ്രദക്ഷിണത്തിൽ ഉപയോഗിക്കുന്ന കുരിശ്, നാട്ടിൽ പിടിച്ചുകൊണ്ട് പോകാൻ കൊള്ളാവുന്ന കുരിശാണ്. എന്നാൽ ഈ സുറിയാനിക്കാരുടെ കുരിശെന്ന് പറഞ്ഞാൽ അത് പുഷ്പിതമായ സ്ലീവായാണ്. അതിന്റെ 4 അഗ്രങ്ങളിലും ഇത് പത്രോസിന്റെയാണ്. ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആണ്. സ്ലീഹന്മാർക്കെല്ലാം തന്നെ വ്യത്യസ്തമായ കുരിശുകളുണ്ട്. ഇതെല്ലാം ഒന്ന് നിങ്ങൾ അതെല്ലാം ഒന്ന് മാറ്റി കാണിച്ചാൽ അവരത് കണ്ടോളൂ. ഇതെല്ലാം വ്യത്യസ്തമാണ്.
ഓരോ സഭകളുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ ശൈലികളും ഉണ്ട്. ഈ 2 പ്രാവിനെ കാണിക്കുന്നത് കർത്താവിന്റെ 2 സ്വഭാവങ്ങൾ കാണിക്കാനാണ്. ചിലടത്ത് 12 പ്രാവുകളുടെ 12 സ്ലീഹന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ട് സ്ലീവായ്ക്ക്. ഇനി ഒരു സെന്റ് തോമസ് ക്രോസ് ഒന്ന് വെക്കാമോ? നമ്മുടെ ലോഗോ എടുത്ത് വെച്ചാൽ മതി. നമ്മുടെ ഇത് ഇത് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ മരിച്ച മദ്രാസിലെ പെരിയമലയിൽ നിന്ന് കിട്ടിയതാണ്. പെരിയമലയിലെ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം അവർ അവിടെ പെരിയമലയിൽ ഒരു പള്ളി പണിയാനായിട്ട് വാനമെടുത്തപ്പോൾ 3 മീറ്റർ താഴെ ആഴ്ത്തി ചെന്നപ്പോൾ ഇവർ പാരയ്ക്ക് കുത്തിയപ്പോൾ ബ്ലഡ് വരുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഇവർ എവിടെ ഈ തരം കുരിശ് കണ്ടാലും ഈ പോർച്ചുഗീസ് മിഷണറിമാർ അതെല്ലാം നശിപ്പിക്കുമായിരുന്നു. അത് കാരണം പല ആളുകളും മയിൽക്കുറ്റിയായിട്ട് വരെ നമ്മുടെ കേരളത്തിൽ ഈ സ്ലീവ സ്ഥാപിച്ചിരുന്നു. ഇവർക്ക് ഭയമായിരുന്നു ഇത് നശിച്ചു പോകാതിരിക്കാനായിട്ട്. ഇവർ നമ്മുടെ ആളുകൾ പലയിടത്തും കൊണ്ട് പല പള്ളികളുടെയും ഭിത്തിയിൽ പിൽക്കാലത്ത് കുമ്മായം തേച്ച് ഈ സ്ലീവ ഭിത്തിക്കകത്താക്കിയിട്ടുണ്ട്. ഇവിടെ സ്ലീവ രക്തം ചിന്തി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു സ്ലീവ രക്തം ചിന്തേണ്ടതായിട്ട് വന്നു. സ്ലീവ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഈ പാറയ്ക്ക് കുത്തിയപ്പോൾ അതിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നു, രക്തം വരുന്നു. ഇത് നമ്മളാരുമല്ല, നസ്രാണികളല്ല, സീറോ മലബാറുകാരല്ല, പോർച്ചുഗീസ് മിഷണറിമാർ കൊണ്ടായ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് വിശ്വാസം വരും. ഇതിൽ നിന്ന് രക്തം വന്നു. നമ്മുടെ വേറെ ഒരു സ്ലീവായാലും അങ്ങനെ രക്തം വന്നായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെ രക്തം തീർക്കേണ്ട ഗതികേട് നമ്മുടെ കുരിശുകൾക്കൊന്നും വരാറില്ല. ഇതിൽ നിന്ന് രക്തം വന്നു. അത് തിരിച്ചു നോക്കിയപ്പോൾ അതൊരു സ്ലീവായ. ഇതിന്റെ വിശദാംശങ്ങളെല്ലാം റോമിലേക്ക് കൃത്യമായിട്ട് അയച്ചുകൊണ്ടിരുന്നു. കുറെ കാര്യങ്ങൾ ഗോവയിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവിടേക്കെല്ലാം ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരുന്നു. പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ സ്ലീവ ഒരു ഡിസംബർ മാസം 18-ാം തീയതിയാണ് ഇത് കണ്ടെടുക്കപ്പെട്ടത്. അന്നാണ് ഇത് ബ്ലീഡ് ചെയ്തത്, ഇതിൽ നിന്ന് രക്തം വന്നത്. അത്ഭുത സ്ലീവ എന്നാണ് റോമിൽ നിന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് പെരിയമലയിലെ ചിന്നമലയിൽ വെച്ചാണ് തോമസ് ലീഹ കുത്തേറ്റത്. നമ്മളൊക്കെ സമയം കിട്ടാണ് അവിടെയൊക്കെ പോകുന്നത് കേട്ടോ. ഈ വലിയ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ പോകുന്ന സ്ഥാനത്ത് ഇവിടെ തൊട്ടടുത്ത് മദ്രാസ് വരെ ഇന്ന് വരെ രാവിലെ അങ്ങിയില്ല. അവിടെ ചെന്നാൽ അവിടെ 3 സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തോമസ് ലീഹ. ഒന്ന് തോമസ് ലീഹ ശൂലാരോഹിതനായ സ്ഥലം, അതാണ് ചിന്നമല. സൈതാപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നത്തെ ഒരു സെക്കൻഡ് പ്ലേസ് ആണ് പെരിയമലയിലാണ്. ഇവിടെ എല്ലാം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സന്ദർശിച്ചതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ സ്ലീവായെ വണങ്ങുകയും ഏറെ സമയം ഈ സ്ലീവയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് ചിത്രങ്ങളും ഡോക്യുമെന്റുകളും എല്ലാം ഉണ്ട്. ഇത് കണ്ടെടുക്കപ്പെടുകയും മദ്ബഹായുടെ കിഴക്കേ ഭിത്തിയിൽ അതിപൂജ്യമായി സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോഴും അത് അവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം പിന്നെ അവർക്ക് ഈ സ്ലീവായെ അധികം ഒന്നും ഉപദ്രവിക്കാൻ സാധിച്ചില്ല. ഈ സ്ലീവായുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിന്റെ ഉയരത്തെക്കാൾ 5 സെന്റിമീറ്ററേ ഉള്ളൂ ഇതിന്റെ വീതിയുടെ വ്യത്യാസം. ഇതിൽ എഴുതിയിരിക്കുന്നത് പാലവി ലിപിയാണ്. ഈ പാലവി എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ ഭാഷ കൊണ്ടാണ്. ഇത് ചില ആളുകൾ വിചാരിച്ചത് പേർഷ്യൻ ക്രോസ് ആണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. ഇത് പേർഷ്യൻ ക്രോസ് അല്ല, ഇത് ഇവിടുത്തെ തന്നെയാണ്. ഈ കല്ല് ഇവിടുത്തെ ഇന്ത്യയിലെ കല്ല് തന്നെയാണ്. ഇന്ത്യയിലെ കല്ലിൽ തന്നെ കൊത്തിയെടുത്ത സാധനമാണ്, അല്ലാതെ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത സാധനമല്ല ഇത്. കാരണം ഈ പേർഷ്യൻ ഭാഷയും സുറിയാനി ഭാഷയും ഒരേപോലെ ഉപയോഗിച്ചിരുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ അറമായിക് അഥവാ സുറിയാനി സ്ക്രിപ്റ്റിന് പകരം അവർ ഈ പറയുന്ന പാലവി സ്ക്രിപ്റ്റാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കൊത്തിയ സുറിയാനിക്കാരനായ അഫ്രാത്തസിന്റെ മേൽ കരുണയുണ്ടാകണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സംശയം, ഇത് അവിടെ ഉള്ളവല്ലോ ശവകുടീരത്തിന്റെ മൂടിയായിരുന്നു. അതിന്റെ മുൻവശത്ത് ഈ പഴയ ഖബറിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുൻവശത്ത് വെക്കുന്ന ആ മൂടിയായിരുന്നു, അതിന്റെ മുൻവശമായിരുന്നു എന്ന് ചില ഗവേഷകന്മാർക്ക് ആർക്കിയോളജിക്കൽക്കാർക്ക് ചില സംശയമുണ്ട്. എന്താണേലും ഇതിനാദ്യം കാർബൺ ഡേറ്റിംഗ് നോക്കിയപ്പോൾ അത് തടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കല്ലൽ പ്രയാസമായതുകൊണ്ട് ചാരിത്രീയപരമായ അന്വേഷണങ്ങൾ നടത്തിയതിന്റെ വെളിച്ചത്തിൽ ഇത് 5-ാം നൂറ്റാണ്ടിനും 7-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് ഈ സ്ലീവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. റഫായ സാധാരണ കല്ലിലാണ് കൊത്തിയിരിക്കുന്നത്. ഇത് വളരെ വർഷങ്ങൾ കാലത്തോളം ഡിസംബർ 18-ാം തീയതി രക്തം വിയർത്തുകൊണ്ടിരുന്നു ഈ കുരിശ്. അതുകൊണ്ടാണ് ഇതിനെ റോമിൽ നിന്ന് അത്ഭുത സ്ലീവായുടെ തിരുനാളായിട്ട്
ഡിസംബർ 18 നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓർദോയിൽ പ്രത്യേകം അച്ചടിച്ചു ചേർത്തു. ഡിസംബർ 18 അത്ഭുത സ്ലീവായുടെ തിരുനാളായിട്ട് ആഘോഷിക്കുകയും വേണം. അതിനുവേണ്ടി സുപ്ലിമെന്റം മിസ്റ്റീരിയോരും എന്ന് പറയുന്ന സഭയുടെ പ്രോപ്രിയയില് അതിൻ്റെ അകത്ത് ഈ ദിവസത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഡിസംബർ 18 ഇനി ഇതുകൂടാതെ സീറോ മലബാർ സഭയിലെ വൈദികരുടെ പൈനായുടെ പുറത്ത് മാർത്തോമ ഈ സ്ലീവ തുന്നിച്ചേർക്കണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ ഓർദോയ്ക്കകത്ത്. ഈ അച്ഛന്മാരാണ് ഇന്ന് കുപ്പായത്തിന്റെ പുറത്ത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് ഈ ആദ്യമായിട്ട് ബലി അർപ്പിക്കാൻ വന്ന സ്ലീവയുടെ പുറത്ത് പോലും ഈ സ്ലീവ തയ്ച്ചു പിടിപ്പിക്കണം. ഇത് റോം നിർദ്ദേശിച്ചതാണ്. ഡിസംബർ 18 ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും അച്ചടിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഏതായാലും ഈ സാധനങ്ങൾക്കെല്ലാം വ്യക്തമായ ഡോക്യുമെന്റുകളുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന പാലവി ലിപിയാണ്. അതിന്റെ രണ്ട് വശങ്ങളിലായി രണ്ട് തൂണും അതിന്റെ മുകളിലായിട്ട് ഒരു ആർച്ച് പോലെ കാണുന്നുണ്ട്. അത് വ്യാളിയാണെന്ന് പറയുന്നു. അതെന്താണെന്ന് വ്യക്തമല്ല. ഒരു വ്യാളിയെ പോലെയാണ് തിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് ഇന്ത്യൻ ആർക്കിടെക്റ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സാധനമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പേർഷ്യയിൽ നിന്ന് വന്നതല്ല. ഇന്ത്യയിലുള്ള ബുദ്ധവിഹാരങ്ങളുടെയും മറ്റും ആർച്ചുകളൊക്കെ ഇപ്പോഴും നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ പല പ്രധാന സ്ഥലങ്ങളിലേക്കും കയറുന്നിടത്തുണ്ടാക്കുന്ന ആർച്ചുകൾ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഒരു വ്യാളി മുഖവും അതിൽ നിന്നിങ്ങനെ ഗോളങ്ങൾ പോലെയുള്ള അങ്ങനെയാണ്. ഇനിയും ഇതിന്റെ സ്ലീവായിലേക്ക് നിങ്ങൾ നോക്കിയാൽ ശൂന്യമാണ്. സ്ലീവ ശൂന്യമാണ്. തുറന്ന ശൂന്യമായ കല്ലറയും തുറന്ന ശൂന്യമായ സ്ലീവായും. കാരണം അവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ള ഉത്ഥാന ദൈവശാസ്ത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്ലീവ ശൂന്യമാണ്. അവന്റെ കല്ലറയിൽ പോയി നോക്കിയിട്ട് ആരെ കണ്ടില്ല. അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി. ഉയർത്തെഴുന്നേറ്റവനെ പ്രതിനിധാനം ചെയ്യുന്നു. അതിന്റെ 4 വശത്തും കാണുന്ന മുകുളങ്ങൾ അത് സഭ പുഷ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുക. സഭ വളർന്ന് വികസിക്കുന്നു. സഭയുടെ വികാസം. ഇന്ന് ഓർക്കുക, സീറോ മലബാർ സഭയിൽ 50 ലക്ഷത്തിൽ പരം ആളുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് ലോകസഭയെ പിടിച്ചു നിർത്തുന്നത് ഈ സീറോ മലബാറിലെ സുറിയാനിക്കാരായ മക്കളുടെ കുഞ്ഞുങ്ങൾ അച്ഛന്മാരായവരാണ്. പല ലത്തീൻ രൂപതകളെയും അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് സീറോ മലബാർ വൈദികരാണ്. നിങ്ങൾ ഓർക്കണം, ഇത് ലോകസഭയെ തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സുറിയാനി വൈദികർ വേണ്ടതായിട്ട് വന്നു. നമ്മുടെ സന്യസ്തര്, നമ്മുടെ സമർപ്പിതര്, നമ്മുടെ കന്യാസ്ത്രീകള്, ഇവരൊക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നു മിശിഹായെ പ്രതി. അത് സഭയുടെ വളർച്ചയാണ്. ഇനിയും അതിന് താഴെ 3 പടികളാണ് കാണുന്നത്. അതൊരു കുന്നുപോലെ ആയിരുന്നു ആദ്യം. ഗാഗുൽത്തായെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കുന്നുപോലെ ആയിരുന്നു ആദ്യത്തെ സ്ലീവകളിലൊക്കെ. നേരത്തെ കണ്ട പ്രീവിയസ് പടങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലായി. ഇതെല്ലാം നിങ്ങൾ വിശദമായി കുറെ വർഷം പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അതൊരു കുന്നുപോലെ തോന്നും. അത് ഗാഗുൽത്തായെ സൂചിപ്പിക്കുന്നു. ഒപ്പം പടികളും ഉണ്ട്. അത് സഹനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നടുക്ക് കാണുന്ന സ്ലീവ പ്രതീക്ഷയെ, അതിന്റെ 4 വശത്ത് കാണുന്ന മുകുളങ്ങൾ പ്രതീക്ഷയെയും നടുക്ക് കാണുന്ന ശൂന്യമായ കുരിശ് ഉത്ഥാനത്തെയും നമ്മളെ സൂചിപ്പിക്കുമ്പോൾ താഴെ കാണുന്ന പടികൾ സഹനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ സഹനം ഉണ്ട്. ഇനിയും ഇതൊരു ത്രിത്വത്തിന്റെ ഐക്കണാണ്. നമുക്കറിയാം, നടുക്ക് കാണുന്ന ഭാഗത്ത് നമ്മൾ പുത്രൻ തമ്പുരാൻ ഉദ്ധിതനായ മിശിഹായെ കാണുമ്പോൾ താഴെ കാണുന്ന ഇതള് സൃഷ്ടിയെയാണ് സൂചിപ്പിക്കുക. സൃഷ്ടവസ്തുക്കളിൽ സൃഷ്ടാവിനെ കണ്ടെത്തിയ ആദ്യകാലം. അങ്ങനെയാണ് നമ്മൾ പിതാവായ ദൈവത്തെ സൂചിപ്പിക്കാൻ പക്ഷികളെയും മൃഗങ്ങളെയും അതുപോലെ തന്നെ നദിയും അരുവിയും കുന്നുകളും ഒക്കെ പണ്ട് ചിത്രീകരിക്കുമായിരുന്നു. റോമിലെ മാർപ്പാപ്പ കുർബാന ചെല്ലുന്ന പള്ളിയിലെ മധുബഹായി പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ റൂഹ മേളിൽ നിന്ന് പ്രാവ് താഴേക്ക് ഇറങ്ങുന്ന ചിത്രവും അതിന്റെ താഴെ ഈ പടികളുടെ സ്ഥാനത്ത് പക്ഷികളും മൃഗങ്ങളും അരുവികളും ഒക്കെ അത് പിതാവായ ദൈവത്തെയാണ് സൂചിപ്പിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഇതളിൽ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം ഇന്ത്യയുടെ കോണ്ടസ്റ്റിൽ താമര ഇതളാണ് എന്ന് സംശയിക്കുന്നു. അതിൽ ഇന്ത്യയുടെ പശ്ചാത്തലം, ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭയെ സൂചിപ്പിക്കുമ്പോൾ താഴോട്ട് കാണുന്ന ആ ആർച്ചുകൾ അത് സൃഷ്ടവസ്തുവിനെ സൂചിക്കുകയും സൃഷ്ടവസ്തുവിലൂടെ സൃഷ്ടാവിനെ കാണുന്ന ഒരു പിതാവായ ദൈവത്തെ കാണുന്ന ഒരു ദൈവശാസ്ത്രം. അതിൽ കാണുന്ന കുഞ്ഞു വരകളെ പറ്റി ചില മഹാപണ്ഡിതന്മാർ പറയുന്നത് അത് 4 നദികളെ സൂചിപ്പിക്കുന്നു. ഹീഗോൺ, പിഷോൺ എന്ന് പറയുന്ന 4 യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, ഇങ്ങനെയുള്ള 4 നദികളാണ് ആ താഴോട്ടുള്ള കുഞ്ഞു വരകൾ എന്ന് കാണുന്നു. ഇനി മുകളിൽ താഴേക്ക് ഇറങ്ങുന്ന റൂഹായെ കാണുന്നു.
അപ്പൊ പ്രാവിനെ ചിത്രീകരിക്കുന്നതെല്ലാം തന്നെ ആദിമ നൂറ്റാണ്ട് മുതൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ടാണ്. യഹൂദ പാരമ്പര്യത്തിലും പ്രാവ് നിഷ്കളങ്കതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായിട്ടാണ്. നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിലേക്ക് ഒലിവിന്റെ കമ്പും കൊത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രാവിനെ കാണുന്നുണ്ട്, സമാധാനത്തിന്റെ പ്രതീകമായിട്ടാണ്. ഇവിടെ യോർദാനിൽ മാമോദീസായ്ക്കായി യോഹന്നാന്റെ മുമ്പിൽ യോർദാനിൽ ഇറങ്ങി നിന്ന കർത്താവ് വെള്ളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുമ്പോൾ സ്വർഗം തുറക്കുകയും റൂഹ, യോഹന്നാൻ സുവിശേഷം പറയുന്നു, പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങുകയും ചെയ്തു. പ്രാവിനെ പോലെ ഇറങ്ങി വരികയാണ്, മുകളിലോട്ട് പറന്നു പോകുന്നതായിട്ടല്ല, അതിന്റെ ചുണ്ട് താഴേക്കാണ്, അവനിലേക്കാണ്. അപ്പോൾ കർത്താവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചവൻ റൂഹായാൽ അവൻ ഉയർത്തെഴുന്നേറ്റ്, പൗലോസിന്റെ ലേഖനമാണ് എന്ന് പറയുന്നത് പോലെ കർത്താവിനെ ഉദ്ധാനം, അവനെ ഉയർപ്പിച്ചത് റൂഹായാലാണ്, അവൻ ഉയർത്തത്. അപ്പൊ ആ ഒരു ദൈവശാസ്ത്രം പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എതിളുകളിൽ ബാവായെയും സ്ലീവായും പുത്രനെയും പ്രാവിനെ പോലെ റൂഹായെയും. അപ്പോൾ ഒരു സ്ലീവായുടെ മുമ്പിൽ സ്ലീവ ഒരു ധ്യാന വിഷയമാക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ ത്രിത്വത്തെ വളരെ വ്യക്തമായി സ്ലീവായിലൂടെ കാണാൻ സാധിക്കും. ഇത്ര സമ്പന്നമാണ് നമ്മുടെ സ്ലീവ. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ കൂനമംഗൽ തോമാക്കത്തിനാര് തുർക്കിയിൽ പോയപ്പോൾ അവിടെ പോയപ്പോഴത്തേന് കുറച്ച് സ്ലീവ കൊണ്ടുപോയി. അവിടെ ഒരു പള്ളിയിൽ കൊണ്ടുപോയി ഒരു ഗ്രീക്ക് വൈദികന്റെ കയ്യിൽ സ്ലീവ ബാഗിൽ നിന്ന് എടുത്ത് പൊക്കിയപ്പോൾ ആ പുരോഹിതൻ നിലത്ത് കുമ്പിട്ട് മുട്ടുകുത്തി നിന്നാണ് ആ സ്ലീവ മേടിച്ച് ചുംബിച്ച് അദ്ദേഹം അന്ത്യോക്യയിലെ പത്രോസിന്റെ സിംഹാസനത്തിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, തോമ കുറച്ചു നേരം ഈ സിംഹാസനത്തിൽ ഇരിക്കട്ടെ. തോമ പത്രോസിന്റെ സിംഹാസനത്തിൽ അല്പനേരം ഇരിക്കട്ടെ. ഒരു കൽക്കുരിശ് ഭൂമിയുടെ അടിയിൽ നിന്ന് മാറ്റിയെടുത്തപ്പോൾ അവർ പറയുന്നു, ഇതിന്റെ പേര് മാർ തോമ സ്ലീവ. സ്ലീവ എന്ന് പറഞ്ഞാൽ ഉദ്ധിതൻ. തോമാ സ്ലീഹ മൂലമാണ് നമ്മൾ കർത്താവിനെ അറിഞ്ഞത്. അതുകൊണ്ടാണ് ആദ്യം പറയാണ് തോമ സ്ലീവ. സ്ലീവ ഉയർത്തെഴുന്നേറ്റാണ്. തോമായെയും കർത്താവിനെയും കൂടെ കാണുക. ഇനി നമ്മുടെ പ്രാർത്ഥനകൾ ഓരോന്നും നോക്കിയേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ അഭിഷിക്തം വീടുകൾ അനുഭവിച്ചു വീണ്ടെടുത്ത, ഇങ്ങനെ ചെല്ലുന്നത്. എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, തോമ. ലോകത്ത് ഒരു സഭയും ഒരു സ്ലീഹയുടെ പേരിൽ അറിയപ്പെടുന്നില്ല. നമ്മൾ അറിയപ്പെടുന്നത് മാർ തോമ നസ്രാണികൾ എന്നറിയപ്പെടുന്ന. നസീർ കേട്ടിട്ടുണ്ടോ? നസീർ എന്ന് കേട്ടിട്ടില്ലേ? പ്രേം നസീർ, അതാണ് റൂട്ട് സുറിയാനിൽ. അതിൽ നിന്നാണ് നസ്രാണി എന്ന് പറയുന്ന പദം ഉണ്ടാകുന്നത്. നസറത്തിൽ നിന്നുള്ളവനായതുകൊണ്ടാണെന്ന് ഉള്ള തിരുവെഴുത്ത് പറയുന്നുണ്ടല്ലോ. അങ്ങനെ തിരുവെഴുത്ത് പഴയ നിയമത്തിൽ എങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. ഇനി യഹൂദ പാരമ്പര്യത്തിലാണോ മത്തായി സുവിശേഷം അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. പക്ഷെ നസ്രായ വ്രതം എന്നൊരു വ്രതം ഉണ്ടായിരുന്നു. നസ്രായ വ്രതം, നാസീർ വ്രതം എന്ന് POCക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, യോഹന്നാൻ മാംദാനി, മറിയും ഒക്കെ അതേപോലുള്ള വ്രതക്കാരാ. മറിയം ദേവാലയത്തിലായിരുന്നു കുഞ്ഞിലെ. യോവാക്കിയും ഹന്നായും കൊണ്ട് ദേവാലയത്തിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ 13ാമത്തെ വയസ്സിലാണ് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നാലും അവൾ വ്രതക്കാരിയായിരുന്നു. അതുകൊണ്ട് ആ വ്രതം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ യൗസേപ്പുമായിട്ട് വിവാഹം നടത്തിയെന്ന് പറയുന്നില്ല. വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയ ആളെ കണ്ടെത്തി ഏൽപ്പിക്കുക. അതാ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കന്യകമാരുടെ കാര്യത്തിൽ നാം എന്ത് പറയുന്നു? പിന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പിന്നെ ആർക്കും സംശയമില്ലാത്തതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, ആരും പിന്നെ അന്വേഷിക്കാറില്ല. പിന്നെ കന്യകകളുടെ കാര്യത്തെ പറ്റി നാം എന്താ പറയേണ്ടത്? ഈ കന്യകാവ്രതക്കാരുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറിയം ഈ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? നിനക്കറിയാമല്ലോ ഞാൻ കന്യകാവ്രതക്കാരിയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കല്യാണം ഉറപ്പിച്ചിരിക്കുക, ദൂതം വൈകിട്ട് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാം, അല്ല ഇവിടുത്തെ പെണ്ണുങ്ങളോട് ചോദിച്ചേ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുക, രാത്രി ദൂതം വന്നിച്ച് പറയാ നിങ്ങൾ ഗർഭം ധരിക്കും. വളരെ സന്തോഷം. ഒരു കൊച്ചുണ്ടാവും, അതിനേക്കാളും സന്തോഷം. അതൊരു ആൺകൊച്ചുമായിരിക്കും. വെടി പൊട്ടിക്കുക. അപ്പൊ തന്നെ മൊബൈൽ എടുത്ത് അപ്പൊ തന്നെ, ചേട്ടാ ദൂതം വന്നായിരുന്നു, എന്നോട് പറഞ്ഞു കൊച്ചുണ്ടാവും, ആൺകൊച്ചു വന്ന്. മറിയം സംഭ്രമിച്ചു. ഇവിടെ നമ്മുടെ ആളുകൾക്ക് അങ്ങ് സംശയമാണ്. ഈ സുറിയാനി ഉറവിടങ്ങളിലേക്ക് നമ്മൾ പോകത്തില്ല. മറിയം ചോദിക്കുക, നിനക്കറിയാമല്ലോ ഞാൻ കന്യകാവ്രതക്കാരിയാണെന്ന്, ഇതെങ്ങനെ സംഭവിക്കും? കറിയാപ്പി അവിടെ മിണ്ടാതിരിക്കുക. 6 മാസമായി ചോദിച്ചതാ. ഇങ്ങനെ ചോദ്യം തിരിച്ചു ചോദിച്ചതാ. പിന്നെ ആളെ ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. ഇവിടെ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? ദൂതം കൈയും കെട്ടി നിൽക്കുകയാണ് മറിയത്തിന്റെ മുമ്പിൽ. ഈ ഉത്തരം കിട്ടിയിട്ട് വേണം തിരിച്ചു പോകാൻ. 6 മാസം മുമ്പ് ഒന്ന് വന്നതാ. പിന്നെ 6 മാസം കഴിഞ്ഞാ വന്ന് പറഞ്ഞ് നിന്റെ ഇളയമ്മ ഏലീശുവാക്കി ഇത് 6ാം മാസമാണ്. ഞാൻ പണ്ടത്തെ വന്നായിരുന്നു. അപ്പൊ ഈ
കന്യകാവ്രതം എന്താണെന്ന് നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല. അപ്പോൾ മറിയം അങ്ങനെ കന്യകയാകുന്ന അടുത്ത ബന്ധുക്കോസ് കണ്ട് ചോദ്യം ഈ ഉടനെ തന്നെ നമ്മുടെ പണ്ട് പാലക്കാരൊരു അച്ചായനോട് ഈ ചോദ്യം ചോദിച്ചായിരുന്നു കേട്ടോ. ഈ കത്തോലിക്ക സഭ നിങ്ങളെ പറ്റിക്കുക, ഈ മറിയത്തിന് വേറെ പിള്ളേരൊക്കെ ബൈബിളിൽ തന്നെ ഉണ്ട്, യാക്കോബും യോസേഫും എന്നൊക്കെ അവരുടെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി എന്നാ നിങ്ങളുടെ അഭിപ്രായം? കുറെ പ്രാവശ്യം അപ്പോൾ ഈ ബന്ധുക്കോ ഈ പാലക്കാരൻ അച്ചാൻ മടിയിൽ കത്തിയെടുത്തിട്ട് പറഞ്ഞേ അത് മറിയത്തിന് വേറെ പിള്ളേരുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് അതിനുള്ള കാശുണ്ട്, ഞങ്ങൾ നോക്കിയോളാം, ചിലവ് ഞങ്ങൾ. അതാണ് നമ്മുടെ തിയോളജി. മനസ്സിലായി? മറിയത്തിന് വേറെ നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ചിലവിന് കൊടുക്കണ്ട, അതിനുള്ള സ്വത്ത് കത്തോലിക്ക സഭയ്ക്കുണ്ട്, ഞങ്ങൾ നോക്കിയോളാം. അപ്പൊ അതുകൊണ്ട് ഈ കന്യകാവ്രതം എന്താണെന്ന് നമ്മുടെ ആളുകൾക്ക് അറിയത്തില്ല. കന്യകാവ്രതത്തിന്റെ കാവൽക്കാരനാണ്. അപ്പൊ ഈ കന്യകത്വത്തെ പറ്റി അടുത്ത ചോദ്യം, അവിടെ നമ്മുടെ കന്യകത്വം ഉടനെ തന്നെ വന്ന് ബയോളജി ആണല്ലോ. കന്യകത്വ പരിശോധന ഇപ്പൊ സർക്കാർ എന്തെല്ലാം പരിശോധനകളാണ് നടത്തുന്നത് അറിയാം. കന്യകത്വം തന്നെയാണോ കണ്ടുപിടിച്ചിട്ടാണ് ഇതിന്റെ എന്ത് അത്യാവശ്യപ്പെട്ട കാര്യമെന്നറിയാം. ഉടനെ അതുകൊണ്ട് ചാനൽ മാറ്റാതിരിക്കുക ഈ കന്യകത്വം കാണാനായിട്ട്. അതാണ് നമ്മുടെ ആളുകൾ കപ്പലണ്ടി കുറച്ച് ഇരിക്കുക. ഈ സഭയെ പറ്റി എന്നെ ആക്ഷേപിച്ചാലും നമ്മുടെ ആൾക്കാർ ഒരു അക്ഷരം പോലും മിണ്ടുകയില്ല. അത്ര ഭയങ്കര തീഷ്ണമതികളാണ്. അപ്രയം പിതാവിനല്ല കവിതയിൽ എഴുതിയിരിക്കുക, അവൻ കഥ കടച്ചിരിക്കെ അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അവൻ കഥ കടച്ചിരിക്കെ അപ്രത്യക്ഷനുമായി. ഇതാണ് കന്യകാചർമ്മം. അവന് ജനിക്കാൻ നമ്മുടെ വിചാരം കേട്ടോ ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കേട്ടോ കൊണ്ടുപോയി മാതാവിനെ കൊണ്ടുപോയി ഭയങ്കര സർജറി ഒക്കെ നടത്തിയാണ് ഈ പ്രസവം നടത്തി. അങ്ങനെ കാണുമ്പോൾ കന്യാചർമ്മം പോയി കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കുന്നത്. പക്ഷേ കന്യകാ ജനനത്തെ പറ്റി ഈ കന്യകത്വ ഗീതങ്ങൾക്കകത്ത് അപ്പുറം പറയുകയാണ്, കഥ കടച്ചിരിക്കെ അവൻ പ്രത്യക്ഷപ്പെട്ടു. കഥ കടച്ചിരിക്കുക അവൻ അപ്രത്യക്ഷമായി. എത്ര മനോഹരമായിട്ടാണ്. ഞാനതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളെ ഈ സുറിയാനി പിതാക്കന്മാരുടെ ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയത്. അപ്പൊ ഈ സ്ലീവ വളരെ അർത്ഥപൂർണമാണ്. ഇത്തരത്തിലുള്ള ധാരാളം സ്ലീവകൾ നമ്മളുടെ സഭയിലുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തരത്തിലുള്ള സ്ലീവകൾ കാണുന്നത് കേരളത്തിലാണ്. വലിയ സെമിനാർ പേപ്പറാണ്. ഞാൻ എൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സ്ലീവ, ഒരു സ്ലീവ ചങ്ങനാശ്ശേരിയിലുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കൊത്തപ്പെട്ടതാണ്. 10 ഇഞ്ച് നീളം, 6 ഇഞ്ച് വീതി. അത് ലേഖനങ്ങളോ അതിലൊന്നും ആലേഖനം ചെയ്തിട്ടില്ല. 2 മൈലുകൾ ചുണ്ടുകൾ സ്ലീവായിൽ തൊട്ടിരിക്കുന്ന പോലാണ് കൊത്തിരിക്കുന്നത്. നിങ്ങൾ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പഴയ പള്ളിയുണ്ട്. ആ പഴയ പള്ളിയുടെ മധുബഹയുടെ ആർച്ചിന്റെ മുകളിലോട്ട് നോക്കിയാൽ കാണാം 2 മൈലുകൾ സ്ലീവായിൽ നിന്ന് കൊത്തി ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ നിൽക്കുക. വളരെ വ്യത്യസ്തമായ സ്ലീവായാണത്. ഇനി അടുത്തതാണ് ആലങ്ങാട് സ്ലീവ. ഇത് പള്ളിയുടെ കുരിശടിയിലാണ് ആലങ്ങാട്. ഇതെല്ലാം ഇവിടെ അടുത്തുള്ള കാര്യങ്ങളായി പറയുന്നത് കേട്ടോ. ഇത് നാടൻ കരിങ്കല്ലിലാണ് കൊത്തിയിരിക്കുന്നത്. 77 സെന്റിമീറ്റർ 57 സെന്റിമീറ്റർ വീതി. നോക്കിയാൽ കാണാം കേട്ടോ. ചങ്ങനാശ്ശേരി സ്ലീവ. അത് ഞാൻ പറയുമ്പോൾ എല്ലാം ഒന്ന് എടുക്കണം നോക്കണേ. ഇതിൻ്റെ ആലങ്ങാട്ട് സ്ലീവ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. വലിയ പടമായിട്ട് തന്നെയുണ്ട്. അതിൻ്റെ കാലപ്പഴക്കം 7-8 നൂറ്റാണ്ടാണ്. അതിൽ പാലവി ലിപിയിലെ ആലേഖനം അതല്ല വലിയതായിട്ടുള്ള പടമുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പടങ്ങൾ. ഞാൻ ഇങ്ങനെ ഈ യാന്ത്രിക കാര്യങ്ങളിൽ വളരെ പിന്നോക്കമായതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെയുള്ള പടം കാണിക്കുന്നത്. പിന്നെ പടത്തെക്കാൾ നല്ലത് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. ഇത് കോട്ടയം പള്ളി, ഇത് മുട്ടിച്ചിറ, കോതനല്ലൂര്, ആലങ്ങാട്ട്. വലിയതായിട്ടുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പടം. ഓക്കെ. അതിൻ്റെ അകത്ത് ആലേഖനമുണ്ട് സ്ലീവയുടെ. ഇത് 1931 വരെ ഒരു മയിൽക്കുറ്റിയായിട്ട് വഴി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദുരന്തം ആലോചിച്ചേ. മയിൽക്കുറ്റിയായിട്ടിരുന്നതാണ് ആലങ്ങാട്ട് സ്ലീവ. ഇപ്പം അത് കുരിശടിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇനി അതൊന്ന് മധുബഹയിൽ എത്തണം, എത്ര കാലം പിടിക്കുമായിരിക്കും തമ്പുരാന് മാത്രം അറിയാം. അവിടെ നിന്ന് മാറ്റി കുരിശടി വെച്ച് പിന്നീട് അത് പൊളിച്ച് ഇപ്പോഴത്തെ സ്ഥലത്ത് വെച്ചിരിക്കുന്നു. കരിങ്കല്ലിന് ഈർപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അടന്നു പോയിട്ടുമുണ്ട്. അടുത്താണ് കടുത്തുരുത്തി സ്ലീവ. കടുത്തുരുത്തി പഴയ പള്ളിയുടെ വടക്കേ വാതിലിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 സ്ലീവായുണ്ട്. നാടൻ കരിങ്കല്ലിൽ കൊത്തിയതാണ്. 9-ാം നൂറ്റാണ്ടാണ് ഇതിൻ്റെ പഴക്കം. 2 സ്ലീവായാലും കൊത്തുകളുണ്ട്. വട്ടെഴുത്താണെന്ന് തോന്നുന്നു. വായിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. അടുത്തത് കോതനല്ലൂർ സ്ലീവ. പള്ളിക്കുള്ളിൽ ബേമയുടെ ഇടതുവശത്ത് പുതിയതായി ഉണ്ടാക്കിയ ആർച്ചിനകത്ത് 1995 ഡിസംബർ 15-ാം തീയതി അത് മാതാവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നാടൻ കരിങ്കല്ലിലാണ് ഇത് കൊത്തിയിരിക്കുന്നത്. 8-ാം നൂറ്റാണ്ടാണ്, 7-ാം നൂറ്റാണ്ടാണ് ഇതിൻ്റെ പഴക്കം. അടുത്തത് മുട്ടുചിറ പള്ളിയിലെ ഒരു സ്ലീവാണ്. മുട്ടുചിറ ഈ താഴെ കാണുന്നത്. ഇത് 7-ാം നൂറ്റാണ്ടിൽ കൊത്തിയതാണ്.
ഇത് എല്ലാം കൃത്യമായിട്ട് ഗവേഷണമായി പറയുന്നു കേട്ടോ. പള്ളിയുടെ ആനവാതിൽ ഇടതുവശത്ത് ഭിത്തിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിൻ്റെ അടിയിൽ എന്നറിയാൻ മേലാതെ ഒരച്ഛൻ കയറി പേർഷ്യൻ കുരിശെന്ന് അന്ന് എഴുതി വെച്ചു. ഇപ്പം അത് മാറ്റി. ഈ സ്ലീവായിൽ പടികളും ഇലകളും ഉണ്ട്. നമ്മുടെ കുരിശുകളുടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ തോന്നും, ഇതിൻ്റെ ക്രോസിനാണ് നീളം കൂടുതൽ. നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന വിചാരം. ക്രോസിനാണ് ഇതിൻ്റെ നീളം കൂടുതൽ. ഈ നെടിയ തണ്ടിനേക്കാളും നീളം കൂടുതൽ നമ്മുടെ ചില കുരിശുകളുടെ ഒരു പ്രത്യേകതയാണത്. ഓക്കെ, പടികളും ഇലകളും ഉണ്ട്. സ്ലീവയുടെ മുകളിൽ തീനാളം പോലെയാണ് തോന്നുന്നത്. ചിലയിടത്ത് റൂഹായ്ക്ക് പകരം ഒരു തീനാളമാണ് അവർ വെച്ചിരിക്കുന്നത്. അടുത്തത് കടമറ്റം സ്ലീവ. കടമറ്റം പള്ളിയുടെ മധുബഹായ്ക്കുള്ളിൽ വലത്തെ ഭിത്തിയിൽ കരിങ്കൽ വെച്ചിരിക്കുന്നു. 7-8 നൂറ്റാണ്ട് പഴക്കം. ഇത് സിറിയൻ ഓർത്തഡോക്സ് പള്ളിയാണ്. അതിന് 3 പടികളും താമരമുട്ടകളും തൂണുകളും വ്യാളിയും ആർച്ചും ഇതിലുണ്ട്. ഒരു ഓർത്തഡോക്സ് പള്ളിയിലാണ് ഇതിരിക്കുന്നത്. അവർ ഈ സ്ലീവായെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ പള്ളികളിൽ പലയിടത്തും ഇത് കാരണം ഈ ഉദ്ധിതനായ മിശിഹായെ സൂചിപ്പിക്കുന്ന സ്ലീവയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ പള്ളികളിൽ പലയിടത്തും ഇത് വളരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുമ്പോൾ, ഈ ലത്തീൻകാരുടെ പള്ളിയിലിരിക്കുന്ന പെരിയമലയിലിരിക്കുന്ന സ്ലീവ വളരെ ഭക്തി ആദരപൂർവ്വം, ഇപ്പോൾ പോയി നോക്കി അത് ഗ്ലാസ്സൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് മധുബഹായുടെ കിഴക്കേ ഭിത്തിയിൽ വളരെ ഭക്തിപൂർവ്വം അത് സൂക്ഷിച്ചിരുന്നത്, ഗ്ലാസ് കൈകൊണ്ട് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട്. സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിലാണിത്. ഇനി അടുത്ത് നോക്കിയാൽ കോട്ടയം വലിയ പള്ളി. കോട്ടയം വലിയ പള്ളിയുടെ ഇടത്തെ ആൾത്താരയിൽ ഒരു സ്ലീവ ഉണ്ട്. 7-ാം നൂറ്റാണ്ടിലെയാണ്. ഇതാണ് കാണുന്നത്, കോട്ടയം പള്ളിയിലാണ്. അവരും അത് പള്ളിയുടെ 3 കുർബാന നടത്തുമ്പോഴുള്ള 2 മധുബഹായുടെ ഒരു സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്നു. വലത്തെ ആൾത്താരയിൽ ഒരു സ്ലീവ ഉണ്ട്. അതും ഇത് രണ്ടും 7-8 നൂറ്റാണ്ടാണ്. ഇനി ഈ നീലംപേരൂർ സ്ലീവ ഒരു ക്നാനായ പള്ളിയാണ്. അവിടുത്തെ ഒരു ചേരമാൻ പെരുമാളിൻ്റെ ഒരു പ്രതിമയിൽ ചേരമാൻ പെരുമാൾ കയ്യിൽ ഒരു സ്ലീവ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അദ്ദേഹം ചേരമാൻ പെരുമാൾ പിൽക്കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു എന്നാണ് പറയുക. അപ്പം യെസ്, അതെ അതെ അതെ. അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ നിങ്ങൾ റംബാം പാട്ട് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് വായിക്കണം. റംബാം പാട്ടിൽ ഈ സ്ലീവായെ കുറിച്ച് പല സ്ഥലത്തും പറയുന്നുണ്ട്. റംബാം പാട്ടുകാരൻ പലപ്പോഴും പറയുന്നത് സ്ലീവായോടെ ആലയവും, ഒരു 15-ൽ പരം തവണ പറയുന്നുണ്ട് സ്ലീവായോടെ ആലയവും. അപ്പം ഞാൻ നേരത്തെ പിതാക്കന്മാരുടെ കവിത പറഞ്ഞു സ്ലീവ ആയിട്ടാണ് തോമാസ് ലീഹ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്ഭുത രക്തം അണിഞ്ഞൊരു കൈയുടെ സ്ലീവ അടയാളത്താലെ എന്നാണ് റംബാം പാട്ടിൽ എഴുതിയിരുന്നത്. തോമാസ് ലീഹ കർത്താവിനെ തൊട്ട് വിലാവിൽ നിന്ന് രക്തം അവൻ്റെ വിരലിൽ പറ്റി, ആ അത്ഭുത രക്തം അണിഞ്ഞ ആ കൈയുടെ അതേലാണ്. ഇനിയും പറയുന്നുണ്ട്, പിന്നെ ചന്ദ്രപുരിയുടെ അരജന്മാരാം കേപ്പ പൗലോസ് എന്നിവരിൽ കേപ്പായെ താൻ പിന്നെ മെത്രാനായി കൽപ്പിച്ചു. അതായത് തോമാസിലയുടെ ഒരു രീതി കർത്താവിൻ്റെ രീതി പോലെ തന്നെയാണ്, കർത്താവ് ചെയ്ത പോലെ തന്നെയാണ്. കർത്താവ് കേപ്പായെ വാഴിച്ചു, തോമായും കേപ്പായെ വാഴിച്ചു, ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഓരോ സ്ലീവാകൾക്കും തനതായ സാംസ്കാരിക അനുരൂപണമുണ്ട്, ദൈവശാസ്ത്ര പ്രത്യേകതകളുണ്ട്. അതിനെ കൂടുതൽ അലങ്കൃതവും മനോഹരമാക്കി നമ്മൾ ഓർക്കുക, ഈ കാണുന്ന എല്ലാം തന്നെ സഭാപിതാക്കന്മാരുടെ കാലത്ത് രൂപം കൊണ്ടതാണ്. ഈ മുകുളങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പടികൾ ഉണ്ടാക്കുന്നതും ആർച്ച് ഉണ്ടാക്കുന്നതും എല്ലാം നമ്മൾക്കറിയാമല്ലോ. സഭാപിതാക്കന്മാരുടെ കാലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ സഭ ഗൗരവതരമായിട്ട് അംഗീകരിക്കാറില്ല. അപ്പം ഈ സ്ലീവായിൽ കാണുന്ന ആലേഖനങ്ങളും ഈ സ്ലീവായിൽ കാണുന്ന അടയാള പ്രതീകങ്ങളെല്ലാം തന്നെ സഭാപിതാക്കന്മാരുടെ കാലത്ത് രൂപം കൊണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണ്ട, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് ചോദ്യവും ചോദിക്കാം. പക്ഷേ ഉത്തരം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ടായിരിക്കും, എന്ത് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും ഉണ്ടായിരിക്കും. ഓക്കെ. AD 326 കല്യാണരാജ്ഞി പര്യവേഷണം ചെയ്ത് കണ്ടുപിടിച്ച കുരിശ് ഇൻടാക്ട് ആയിട്ടുള്ള കുരിശാണോ അതോ കഷ്ണങ്ങളാണ്? പിന്നെ അത് ഒരിടത്ത് അത് തിരിച്ചറിയാനാണ് ആ ടെസ്റ്റുകളൊക്കെ അവർ നടത്തിയത്. അതെല്ലാം ഇങ്ങനെ ഒത്തിരി കഥകളുണ്ട്. ഇനി ഈ കുരിശുകളെ പറ്റി വേറെ ധാരാളമുണ്ട്. ഷേബ രാജ്ഞി ഈ ശലോമോൻ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കിന് ഒരു പാലം കിടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ പാലത്തെ കയറാൻ സാധിച്ചില്ല.
പിൽക്കാലത്ത് അതാണ് ഇപ്പം ഈ കുരിശ് സംബന്ധിച്ചുള്ള ഒത്തിരി ഇതെല്ലാം പറയാൻ പോലെ തീരത്തില്ല. ഒത്തിരി വലിയ ബ്രഹ്മാണ്ഡമായ എഴുതിയിട്ടുണ്ട്. ഞാനിതെല്ലാം മടക്കി വെച്ചിട്ടാണ് ഈ പറയുന്നത്. കാരണം ഇത് ഒരു വലിയ ഒരു വിഷയമാണ്. നമ്മൾ തന്നെയാണ് ഇതൊരു ഇൻട്രോഡക്റ്റീവ് പാർട്ടാണ്. നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തെ പറ്റി ഇനി ഗൗരവമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും. കാരണം ഇത്രയും വലിയ കർത്താവിൻ്റെ കുരിശ് നമുക്ക് വളരെ വിലയുള്ളതാണ്. ശരി സാർ, എന്താ ചോദിക്കണം? അപ്പം അതാണ് അതിൻ്റെ കാര്യം. പിന്നെ പർദീസയിൽ ഒരു സംശയമുള്ളത്, രാജാവും അറിവിൻ്റെ ഫലം തിന്നുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അത് കഴിക്കാതെ ജീവന്റെ ഫലമാ കഴിച്ചിരുന്നെങ്കിൽ? അല്ല, ഈ സാത്താൻ പറഞ്ഞനുസരിച്ച് ഇവർ കഴിച്ചത്. സാത്താൻ അത് കഴിക്കാനാ പറഞ്ഞത്. സാത്താൻ അത് കഴിക്കാൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരത് കഴിച്ചത്. അതുകൊണ്ട് ഇവർ ഇതുകൂടെ കഴിച്ച് ഇനി ഈ അറിവിലൂടെ ഉണ്ടാകുന്ന ദുരന്തം സംഭവിക്കാതിരിക്കാൻ ദൈവം അത് അവരിൽ നിന്ന് മറച്ചു എന്ന് പിന്നെ പറഞ്ഞു വെച്ചിരിക്കും. ഇല്ല അല്ല, അപകടം ഉണ്ടായതെന്നാ പറയുന്നത്. ഇല്ല, ഈ ഭൗതികതയും ആത്മീയതയും കൂടെ ഒന്നിച്ച് ചേർന്ന് പോവില്ല. അതുകൊണ്ടായിരുന്നു സാറേ ഈ കുരിശ് ഫോം ചെയ്യുന്ന ഇതെല്ലാം ആർക്കിടെക്ചറിലാണല്ലോ. അപ്പൊ അതിന്റെ പിന്നില് ഒരു വലിയൊരു സംസ്കാരവും വലിയൊരു എഫേർട്ടും ഒരു റൂളറുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇങ്ങനെ കല്യാൺ കൊത്തി ദൈവം ഉണ്ടാക്കുക ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. ചിലപ്പോൾ 2, 3, 4 വർഷങ്ങൾ കൊണ്ടായിരിക്കും ഇവർ ഫോം ചെയ്തെടുക്കുന്നത്. അപ്പൊ അന്നേരത്തെ റൂളേഴ്സ് അതിന് സപ്പോർട്ട് ഉണ്ടെന്നുള്ളതിനൊരു എവിഡൻസ് ഇല്ലേ? അതായത് കൂടുതലായിട്ടും ആദിമ കാലങ്ങളിൽ കാണുന്ന സ്ലീവാകൾ പലതും തന്നെ കബറിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, പിന്നെ ഇവരുടെ ഈ ഇത് സൂക്ഷിക്കുന്ന ആ ഒരു പേടകം ഉണ്ടാവും. ആ പേടകത്തിന്റെ പുറത്ത് ചില ചിത്രീകരണങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ആദ്യമ കാണുന്നത്. ഒന്നും തന്നെ ഈ പള്ളികളിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഖബറിടങ്ങളിൽ നമ്മുടെ അപ്പനെ അടക്കുമ്പോൾ, അല്ല നമ്മുടെ ഒരു മെത്രാനെ അടക്കുമ്പോൾ, നമ്മുടെ ഒരു പുരോഹിതനെ അടക്കുമ്പോൾ ആ ഖബറുകളൊക്കെ ഇവര് അതിൽ കൊത്തിയ സാധനങ്ങളാണ് ഈ പലതും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പം സഭയുടെ നിർദ്ദേശാനുസരണം പിതാക്കന്മാരുടെ ദർശനങ്ങളായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും പുരോഹിതന്മാർ തന്നെ ആയിരിക്കാം. നമ്മൾ ഈ കുരിശൊക്കെ കണ്ടേ, ഇതൊന്ന് ഡിജിറ്റലൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പം ഇതൊന്നും പ്രപ്പോർഷൻ അല്ല. ഇത് നടുക്ക് വെച്ച് മുറിച്ചിട്ട് കൂട്ടി വെച്ചാൽ രണ്ടും ചേരത്തില്ല. കാരണം ഇതൊരു സെറ്റ് സ്ക്വയർ ഒന്നും വെച്ച് കൃത്യമായിട്ട് ആംഗിൾ ഒന്നും വരച്ച് കൊത്തിയതല്ല. ചുമ്മാ മാനുവലായിട്ട് കൊത്തി കിഴിച്ചുണ്ടാക്കിയിരിക്കുന്ന സാധനം. ഇതിൻ്റെ ഒരു സാധനവും പ്രപ്പോർഷൻ അല്ല. ഇതിൻ്റെ ഈ വലതുവശത്ത് കാണുന്ന ആ മുട്ട അടന്നു പോയിരിക്കാം. കാരണം ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പാറയ്ക്ക് കുത്തിപ്പൊക്കി എടുത്തല്ലേ. അപ്പം കുറേ സാധനങ്ങളൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവാം. ഏതായാലും ഇത് കുറേ വർഷങ്ങൾ ഭൂമിക്കടിയിൽ കിടന്നതാണ്. ഇതിനെപ്പറ്റി റോമാണ് പറഞ്ഞത്, നമ്മളല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ലീവാകളെല്ലാം തന്നെ നമുക്ക് ആദ്യമേ ലഭിച്ചിരിക്കുന്നതെല്ലാം ഖബറിടങ്ങൾ, പിന്നെ ചില തിരുശേഷിപ്പുകൾ വെച്ചിരുന്ന പേടകങ്ങൾ, അതിൻ്റെ പുറത്ത് ചില ആലേഖനങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വേറൊരു സ്റ്റഡീസിൽ മനസ്സിലാക്കിയത് ഈ ഹിന്ദു ടെമ്പിൾസിൽ ഇതിങ്ങനെ പ്രൊവൈഡ് ചെയ്തിരുന്നു.